വലിയൊരു മാറ്റങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ട്രെൻഡിങ് ടെക്നോളജി എന്താണെന്നുള്ളതും ആ ടെക്നോളജി കൂടെ നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ളതും എങ്ങനെ സമ്പാദിക്കാം എന്നുള്ളതും കൃത്യമായിട്ട് മാം പറഞ്ഞു തരും. വളരെ ശ്രദ്ധയോടുകൂടി ഒരാൾ പോലും സ്കിപ്പ് ചെയ്യാതെ അത് വാച്ച് ചെയ്യുക. ഞാൻ അദ്ദേഹത്തെ ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം മാം. ഫൗസിയ മാം, പ്ലീസ്. Thank you, Sanad sir. Thank you so much. Hi all, good evening. Good evening everyone. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എനിവേ, ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് മാക്ലോണുമായി ചേർന്നുകൊണ്ട് ക്രിപ്റ്റോ പലൻസിന്റെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടുമായിട്ട് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്ക് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ പ്രോഗ്രാം ആണ് ഇവിടെ നടത്തുന്നത് അല്ലെ. നിങ്ങളെ എല്ലാവരെയും അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് സ്പേസിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ടും നമ്മളൊരു ഡിജിറ്റലി ഉള്ളൊരു പ്രോഗ്രാം ആണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ട്രെയിനിങ് പ്രോഗ്രാം ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് വന്നിട്ടുള്ളവരാണ്. അപ്പൊ ആ ഒരു പഠിക്കുന്ന കാര്യം നമുക്ക് കൂടുതൽ അല്ലെങ്കിൽ അത് മുഴുവനായിട്ടും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ പുതിയ കുറച്ച് അറിവുകൾ നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ അതിന്റെ സീരിയസ്നെസ്സോടുകൂടി തന്നെ നമ്മൾ ഇരിക്കേണ്ടതുണ്ട്. സോ എല്ലാവരോടും ചെറിയൊരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ നിങ്ങളുടെ ക്യാമറകൾ ഓൺ ചെയ്ത് തന്നെ പറ്റുമെങ്കിൽ ഒരു ബുക്ക് പെന്നായിട്ട് തന്നെ ഇരുന്നോളുക. കാരണം കിട്ടുന്ന ഒരു ചെറിയ കാര്യം പോലും ഒരു പക്ഷേ ഈ ഒരു മീറ്റിംഗിൽ നിന്ന് അടുത്തൊരു 45 മിനിറ്റ്സിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ പുതിയതായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയേക്കാം. അതൊരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ അത് വളരെ ഉപകാരമുള്ളതായേക്കാം. കാരണം ഞാൻ അറ്റൻഡ് ചെയ്ത ഓരോ മീറ്റിങ്ങുകളും ഓരോ ലെക്ചേഴ്സും ഓരോ ക്ലാസ്സുകളുമാണ് എനിക്ക് ഒരുപാട് പുതിയ പുതിയ അറിവുകൾ സമ്മാനിച്ചിട്ടുള്ളത്. സോ എവരി വൺ പ്ലീസ് നിങ്ങളുടെ ക്യാമറകൾ ഒന്ന് ഓൺ ചെയ്യുക. കമോൺ. എനിക്ക് വളരെ കുറച്ച് ക്യാമറകൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും മാക്സിമം ക്യാമറകൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കണ്ടുകൊണ്ട് എല്ലാവരെയും നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം. സോ പ്ലീസ്. ഓക്കെ, താങ്ക് യു നിസർ സർ, താങ്ക് യു ദേ സർ. യെസ്, താങ്ക് യു രാജഗോപാൽ സർ, ജലീൽ സർ. ഓക്കെ, താങ്ക് യു. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു 2 മിനിറ്റ്സ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ട്രേഡിങ്ങിനെ കുറിച്ചിട്ടാണ് കൂടുതൽ നമ്മൾ പഠിച്ചത്. അല്ലെങ്കിൽ ട്രേഡിങ് ചെയ്യുന്നതിന്റെ ബേസിക്സ് ട്രേഡിങ്ങിന്റെ ബേസിക് നോളജിക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. കാരണം ഒരു ബിഗിനർ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ അല്ലെങ്കിൽ റിസ്ക് കുറഞ്ഞിട്ടുള്ളത് ക്രിപ്റ്റോ കറൻസികൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് ടൈം കൂടിയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്രിപ്റ്റോ കറൻസിയിൽ കാരണം ഓരോ ബുൾ മാർക്കറ്റുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബുൾ റൺ എന്ന് പറയുന്നതും നമുക്ക് നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സമയങ്ങളാണ്. അപ്പൊ ഇപ്പോൾ റൈറ്റ് ടൈമാണ്. ഇപ്പം ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, BTC 1 ലക്ഷത്തിന് പുറത്തായല്ലോ, അപ്പൊ ഇപ്പൊ കൊണ്ടുപോയി ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തെറ്റല്ലേ, കാരണം ഇപ്പൊ ഓൾറെഡി അപ്പായി നിൽക്കുകയാണല്ലോ എന്നൊക്കെ ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ പറയും അല്ല, ഇപ്പോഴും റൈറ്റ് ടൈം തന്നെയാണ്. ഇത് ബുൾ റണ്ണിന്റെ ടൈമാണ്. ഈ ബുൾ റൺ അവസാനിക്കുന്നത് വരെ അല്ലെന്നുണ്ടെങ്കിൽ അത് കയറിപ്പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും ഉചിതമായ കാര്യമാണ്. സോ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടോപ്പിക്കാണ് എങ്ങനെയാണ് ഒരു ക്രിപ്റ്റോനെ നമ്മൾ സെലക്ട് ചെയ്യുക. കാരണം നമുക്കറിയാം ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ ഇന്ന് മാർക്കറ്റിലുണ്ട് അല്ലെ. 10,000 മേ ബി ലാക്സ് ആയിട്ട് ഉണ്ടാകാം നമ്പർ ഓഫ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ. കാരണം ക്രിപ്റ്റോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോയിൻസ് എന്ന് പറയുന്നത് അത്ര വലിയൊരു സംഭവം എന്നല്ല. ഒരുപാട് മീൻസ് കറൻസികൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. ഈ ക്രിപ്റ്റോസിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് വൺ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മൾ എവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്ത് നമുക്ക് നല്ല റിട്ടേൺസ് എടുക്കണമല്ലോ. സോ ഒരു ഫേക്ക് ആയിട്ടുള്ള കറൻസിയിൽ അതല്ലെന്നുണ്ടെങ്കിൽ പമ്പ് ചെയ്യാത്ത കറൻസിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺസ് എടുക്കാൻ കഴിയില്ല. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. അതെങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് അതൊക്കെ നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ടത്, അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ടോപ്പിക്കിൽ വരുന്നത്. സോ എല്ലാവരും അത് അറ്റൻറ്റീവായിട്ട് ഇരുന്നോളുക. അതോടൊപ്പം തന്നെ ഇനിയും ആരെങ്കിലും മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൻ 2 മിനിറ്റ്സ് നിങ്ങൾക്ക് അവരെ ഇൻഫോം ചെയ്യാവുന്നതാണ്, ഈ മീറ്റിംഗിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു 2 മിനിറ്റ് ജസ്റ്റ് ഒരു 2 സെക്കൻഡ്സ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ പ്ലീസ്.
ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ ക്രിപ്റ്റോയില് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതില് നമുക്കറിയാവുന്ന കുറച്ച് മേജർ കറൻസികൾ ഉണ്ട് അല്ലെ. ബിറ്റ് കോയിൻ, എത്തേറിയം, ഇതുപോലെയുള്ള കുറച്ച് നല്ല രീതിയിൽ ഓൾറെഡി പെർഫോം ചെയ്തിട്ടുള്ള കറൻസികൾ ഉണ്ട്. പലപ്പോഴും നമ്മൾ പോയി ഇൻവെസ്റ്റ് ചെയ്യാറ് ഇതിലൊക്കെ തന്നെ ആയിരിക്കും അല്ലെ. അറിയാവുന്ന ആളുകൾ അല്ലെങ്കിൽ തുടങ്ങി വരുന്ന ആളുകൾ, നല്ല കാര്യമാണ്. ഈ കറൻസികൾ തന്നെയാണ് എപ്പോഴും സേഫ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കറൻസികൾ. എന്നാൽ ഇതിന് ഉപരി ഒരുപാട് കറൻസികൾ വലിയ രീതിയിൽ നല്ല പമ്പിങ്, ഇപ്പം ബിറ്റ് കോയിന്റെ പ്രൈസ് ഇനി മാക്സിമം എത്രത്തോളം പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു 1,80,000 അല്ലെങ്കിൽ ഒരു 2 ലക്ഷം. കാരണം കഴിഞ്ഞ ദിവസം ഒരു ട്വീറ്റ് കണ്ടിരുന്നു, എന്തോ ഒരു ന്യൂസ് കണ്ടിരുന്നു, 2 ലാക്ക് ആണ് ഈ ഒരു ബുൾ റണ്ണിൽ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് $2 ലക്ഷം ആണ് ബിറ്റ് കോയിന്റെ മാക്സിമം പ്രൈസ് ഈ ഒരു ബുൾ റണ്ണിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ചില ആളുകൾ പറയാറുണ്ട് അതിൽ കൂടുതൽ പോകും, ചില ആളുകൾ ഓക്കെ, അത് ഡിപ്പെൻസ് ആണ്. എങ്ങനെ പോയാലും ഒരു 1,80,000 ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ബുൾ റണ്ണിൽ. ഇനി ഈ ബുൾ റൺ എത്ര കാലം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 2025 കൂടി പ്രതീക്ഷിച്ചാൽ മതി. അതായത് 2025 മിഡ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലാസ്റ്റ് ആ ഒരു സെപ്റ്റംബർ അല്ലെങ്കിൽ ആ നവംബർ സമയം വരെയൊക്കെ ഈ ഒരു ബുൾ റൺ ഇങ്ങനെ മാർക്കറ്റ് അപ്പായി പോകുന്നത് പ്രതീക്ഷിക്കാവുള്ളൂ. അത് കഴിഞ്ഞ് അതിന്റെ ഏറ്റവും ടോപ്പ് പ്രൈസ് നിൽക്കുമ്പോൾ ആരും പോയിട്ട് എന്ത് ചെയ്യരുത്, ബൈ ചെയ്യരുത്. ആ ഒരു പ്രൈസ് ഒക്കെ നിങ്ങളുടെ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ, അത്യാവശ്യം പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, പല ആളുകൾക്കും സംഭവിക്കാറുള്ളത് അതാണ്. എല്ലാവരും ചെറിയ പ്രൈസിൽ നിന്ന് വാങ്ങി വെക്കും, അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത പ്രൈസിൽ നിന്ന് വാങ്ങി വെക്കും. പക്ഷെ മാർക്കറ്റ് അപ്പായാലും വിൽക്കുന്ന കാര്യം മറന്നുപോകും. കുറച്ചും കൂടി അപ്പാകട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. പക്ഷെ അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അതേപോലെ തന്നെ താഴേക്ക് പോരും. കാരണം ഇത് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ മുകളിലേക്ക് പോവുക എന്ന് പറയുന്നത് മാത്രമല്ല, തിരിച്ചെന്ത് ചെയ്യും, താഴേക്ക് ഡൗണും, അതായത് ഒരു അപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ ഉണ്ട് അല്ലെ. സോ ഡൗണും തീർച്ചയായിട്ടും വരും. അതൊരു പക്ഷേ നമ്മൾ വാങ്ങിയതിൽ നിന്ന് ലോസിലേക്ക് പോയേക്കാം. ഓക്കെ, അപ്പൊ അത് എവിടെ വാങ്ങുക എന്നുള്ളത്, വാങ്ങുന്നത് ഇപ്പൊ നിങ്ങൾക്ക് നല്ല ടൈം തന്നെയാണ്, കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, ക്രിപ്റ്റോസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ബട്ട് വിൽക്കുന്ന സമയം എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിച്ചോളുക. ഈ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞ ഈ ഒരു ഡേറ്റ് ആണ് 2025, ഒരു ആ ഒരു സെപ്റ്റംബർ നവംബർ ഒക്കെ ആകുമ്പോഴേക്കും ഒരു 1,80,000 എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിയർ ആ ഒരു റേഞ്ച് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ സെൽ ഓഫ് ചെയ്യാം. ഇനി അതല്ല, പിന്നെ നമ്മൾ കാണുന്ന ഒരു 1,40,000 1,80,000 ആണ് എന്റെ 2 ടാർഗറ്റ് ഏരിയാസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ അത് നോക്കിയിട്ട്, മാർക്കറ്റ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തോണം, ആ ഒരു സമയത്ത് എക്സിറ്റ് ആയിക്കോണം. അത് കഴിഞ്ഞ് പിന്നെ വെയിറ്റ് ചെയ്യരുത്. ഓക്കെ, ദെൻ ഇനി എങ്ങനെയാണ് മാർക്കറ്റിന് കോയിൻസിനെ നമുക്ക് സെലക്ട് ചെയ്യാമെന്നുള്ളത്, അല്ലെങ്കിൽ ഏത് കറൻസി, ഞാൻ നേരത്തെ പറഞ്ഞു ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞു. ബിറ്റ് കോയിനിൽ മാത്രമല്ല ഒരുപാട് കറൻസികൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ കറൻസികളെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ കറൻസികളിൽ ഇന്ന് ക്രിപ്റ്റോസ് എന്ന് പറഞ്ഞാൽ പല മേഖലകളിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കറൻസികൾ വരുന്നത്. അതായത് ഓരോ കറൻസികളും, ഫസ്റ്റ് ഓഫ് ഓൾ ക്രിപ്റ്റോസിൽ കോയിൻസും ഉണ്ട്, ടോക്കൺസും ഉണ്ട്. കോയിൻസും ടോക്കൺസും പരിചയമുണ്ടോ? ഈ രണ്ട് വേർഡ്സ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയാമോ? എനിവൺ? നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം അവിടെ ടൈപ്പ് ചെയ്യാം. വാട്ട് ഈസ് കോയിൻ, വാട്ട് ഈസ് ടോക്കൺ? കമോൺ, അറിയാവുന്നവരുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തോളൂ. എന്താണ് കോയിൻ എന്ന്, എന്താണ് ടോക്കൺ? ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ എന്ന് ടൈപ്പ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് പോകാം, അതാണ് രസം. ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സുഖം ഉണ്ടാവില്ല. സോ പ്ലീസ് നിങ്ങളും കൂടി കോപ്പറേറ്റ് ചെയ്താൽ നമുക്കൊരു നല്ലൊരു ക്ലാസ് ആയിട്ട് മുന്നോട്ട് പോകാം. യെസ്, നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലേ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ഹലോ, മെസ്സേജസ് എനിക്ക് സീൻ ആകുന്നു, എനിക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാമോ? സനോജ് സർ, ഹലോ. ചാറ്റ് ഓപ്ഷൻ ഓൺ അല്ലേ? ചാറ്റ് ബോക്സ് ഓൺ അല്ലേ? ചെയ്തോണ്ടിരിക്കുന്നു, എല്ലാവരും ചെയ്യുന്നുണ്ട്. എനിക്ക് വിസിബിൾ ആകാത്തയാണോ എന്ന് അറിയില്ല. ഓക്കെ, നോക്കട്ടെ. ലെറ്റ് മീ ചെക്ക്. ഓക്കെ, സോ യെസ്,
അപ്പൊ നമുക്ക് പറയാം, നമ്മൾ പറഞ്ഞു ക്രിപ്റ്റോ കറൻസിയിൽ മേജർ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് കോയിനും ടോക്കണും. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് കോയിനിലാണോ അതോ ടോക്കണിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഒരു അനാലിസിസ് നടത്തുക. യെസ്, ശ്രീജിത്ത് സാറ് പറഞ്ഞു. യെസ്, ശ്രീജിത്ത് സാർ പറഞ്ഞു ഓൺ ബ്ലോക്ക് ചെയിൻ കോയിനും അത് ബ്ലോക്ക് ചെയിൻ ടോക്കൺ എന്നുള്ളത്. അതായത് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം, കോയിൻസും ടോക്കൺസും ഉണ്ട്. കോയിൻ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു ഓൺ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ബ്ലോക്ക് ചെയിനെ പറ്റിയിട്ട്. ഓരോ ട്രാൻസാക്ഷൻസും അല്ലെന്നുണ്ടെങ്കിൽ ഈ കറൻസികളും ഒക്കെ റൺ ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് ഒരു ബ്ലോക്ക് ചെയിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, പിന്നിലായിരിക്കും. ഓക്കെ, അതിനൊരു ബ്ലോക്ക് ചെയിൻ ഉണ്ടാവും അത് വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാൻ ഒരാൾക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ അതൊരു ബ്ലോക്ക് ചെയിനിലായിരിക്കും ആ ട്രാൻസാക്ഷൻ നടക്കുക. ഓക്കെ, ഈ ബ്ലോക്ക് ചെയിൻ സ്വന്തമായിട്ടുള്ള കറൻസികളെയാണ് കോയിൻ എന്ന് പറയുന്നത്. ഇനി ടോക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ബ്ലോക്ക് ചെയിനുകളെ ആശ്രയിക്കുന്നവർ, അല്ലെ മറ്റുള്ള ബ്ലോക്ക് ചെയിനുകളെ കടമെടുത്ത് റൺ ചെയ്യുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം, ടോക്കൺസ് എന്ന് പറയാം. ഇപ്പൊ എത്തേറിയം എന്ന് പറയുന്നത് ഓൺ ബ്ലോക്ക് ചെയിൻ ഉള്ള ഒരു കോയിൻ ആണ്. അവർക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്, ബ്ലോക്ക് ചെയിൻ ഉണ്ട്. അതേസമയം എത്തേറിയത്തിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന കുറെ ടോക്കണുകൾ ഉണ്ട്. നമ്മൾ കാണുന്ന ഒരു 90% കറൻസികളും ശരിക്കും ടോക്കൺസ് ആണ്. ഈ ടോക്കൺസ് മറ്റുള്ള ബ്ലോക്ക് ചെയിനുകളെ ആശ്രയിച്ചിട്ടാണ് റൺ ചെയ്യുന്നത്. ഇനി ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇതിലിപ്പോ ബിജു സാറിന് എന്തുണ്ട്, സ്വന്തമായിട്ടൊരു കാർ ഉണ്ട്. ഓക്കെ, സാറ് യാത്ര ചെയ്യുന്നത് സാറിന്റെ സ്വന്തം കാറിലാണ്. സാറിന്റെ കാര്യങ്ങൾ ഫാമിലിയും ഒക്കെ ട്രാവൽ ചെയ്യുന്നില്ല, സാറിന്റെ സ്വന്തം കാറിലാണെന്നുണ്ടെങ്കിൽ സാറിനെ നമുക്കൊരു കോയിൻ എന്ന് വിളിക്കാം. അതേസമയം സാബു സാർ എന്ത് ചെയ്തു, ഒരു കാറ് തൽക്കാലത്തേക്ക് റെന്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓടുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ട്രാവൽ ചെയ്യുന്നതൊക്കെ റെന്റ് എടുത്തിട്ടാണ്, മറ്റൊരാളുടെ കാർ റെന്റ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടോക്കൺ എന്ന് വിളിക്കാം. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് ആലോചിച്ചാൽ അറിയാൻ പറ്റും, ഒരു കോയിൻ, ഒരു ഓൺ ബ്ലോക്ക് ചെയിൻ ഒക്കെ ഉള്ള കറൻസി എന്ന് പറയുന്നത് കുറച്ചും കൂടി ലെജിറ്റ് ആയിട്ടുള്ള കറൻസി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഓൺ കോയിനിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഓൺ ബ്ലോക്ക് ചെയിനിൽ ഉള്ള കറൻസികൾ എന്ന് പറഞ്ഞാൽ, കാരണം ഒരു ടോക്കൺ, മറ്റൊരു ബ്ലോക്ക് ചെയിനിൽ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഏതൊരു സ്കാമേഴ്സിനും ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ടോക്കൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി നമുക്ക് വിശ്വാസ്യത കൂടുതൽ, എന്നാൽ ടോക്കൺസ് നല്ലതും ഒരുപാടുണ്ട്, പക്ഷെ കുറച്ചും കൂടി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെച്ചുക. കുറച്ചും കൂടി നല്ലത് കോയിൻസുകൾ തന്നെയാണ് ഓഫ് കോഴ്സ്, കാരണം അവർക്കാണ് ഇത് ഓൺ ബ്ലോക്ക് ചെയിൻ ഉള്ളത്. ഇനി ഈ കോയിൻസിലും ടോക്കൺസിലും നമ്മൾ കുറെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ അത് ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങൾ. സോ ഇതൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്ലോറർ ഉണ്ട്. കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്നാണ് അതിന്റെ പേര്. എക്സ്പ്ലോററിന്റെ പേര് കോയിൻ മാർക്കറ്റ് ക്യാപ്പ്. നോട്ട് ചെയ്തോളുക. കോമൺ ആയിട്ട് എല്ലാ ആളുകളും ഓഡിറ്റിങ്ങിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്ലോറർ ആണ് കോയിൻ മാർക്കറ്റ് ക്യാപ്പ്. coinmarketcap.com ആപ്ലിക്കേഷൻ ഉണ്ട്, വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതിന്റെ വെബ്സൈറ്റ് കിട്ടുന്നതാണ് കോയിൻ മാർക്കറ്റ് ക്യാപ്പ്. ഓൾമോസ്റ്റ് നല്ലൊരു ശതമാനം ക്രിപ്റ്റോ കറൻസികളെ കുറിച്ചിട്ടുള്ള ഒരു ഫുൾ ഡേറ്റാസും നിങ്ങൾക്ക് കിട്ടാൻ, ഒരു നല്ലൊരു ശതമാനം ഡേറ്റാസും നമുക്ക് അവൈലബിൾ ആകുന്നത് ഈ ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പിലാണ്. അതൊരു എന്താ പറയാ, ജെന്യുവൻ ആയിട്ടുള്ള ഒരു സൈറ്റ് തന്നെയാണ്. നമുക്ക് ആ സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം, അതിൽ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളത്. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാം. കമോൺ, സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ഇവിടെ നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പ്, coinmarketcap.com എന്നുള്ളത് സെർച്ച് ചെയ്യുക, ഇതിലേക്ക് എൻ്റർ ചെയ്തോളുക. യെസ്, ഈ കാണുന്നതാണ് നമ്മൾ ഈ ഓഡിറ്റ് ചെയ്യാനായിട്ട് യൂസ്, അഥവാ ഈ നമുക്ക് ഓരോ ക്രിപ്റ്റോ കറൻസികളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനായിട്ട് യൂസ് ചെയ്യുന്ന സൈറ്റ് ആണിത്. ഇവിടെ നമുക്ക് സെർച്ച് ഓപ്ഷൻ ഉണ്ട്. ഈ സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾ ഒരു കറൻസിയെ കുറിച്ച് നിങ്ങൾ അറിയുകയാണ് അല്ലെങ്കിൽ കേൾക്കുകയാണ്, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് നോക്കാനായിട്ട് സെർച്ച് ഓപ്ഷനിൽ പോവുക. ജസ്റ്റ് അതിന്റെ രണ്ട് കാര്യങ്ങളാണ്, അതിന്റെ പേര് എൻ്റർ ചെയ്ത് നോക്കാം. പക്ഷെ അതിന്റെ പേര് എൻ്റർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് കറൻസികൾ ആ പേരിൽ ഉണ്ടാകാം.
അപ്പോൾ ബെറ്റർ അതിന്റെ കോണ്ടാക്ട് അഡ്രസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അഥവാ എല്ലാ കറൻസികൾക്കും ഒരു കോണ്ടാക്ട് അഡ്രസ് ഉണ്ട്. ഓക്കെ, ഏതൊരു കോയിൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കോൺടാക്ട് അഡ്രസ് ഉണ്ട്. ഈ അഡ്രസ് നമുക്ക് അത് കളക്ട് ചെയ്തിട്ട് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് തന്നെ നമുക്ക് കിട്ടും. ഇപ്പൊ നമുക്ക് XRP നോക്കാം. ഞാനിപ്പോ എടുത്തിരിക്കുന്നത് XRP എന്ന് പറയുന്ന കറൻസിയാണ്. XPR ആണ്, XRP അല്ല, XPR. ഓക്കെ, BGB നോക്കാം. ബിറ്റ്ഗെറ്റിന്റെ ടോക്കൺ ആണ് BGB എന്ന് പറയുന്നത്. ബിറ്റ്ഗെറ്റിന്റെ ഓൺ ടോക്കൺ ആണ്. അതിന്റെ ട്രാൻസാക്ഷൻസ് കാര്യങ്ങളെല്ലാം ഈ ടോക്കൺ, അതായത് അതിന്റെ ഫീസ് കാര്യങ്ങളെല്ലാം ഈ ടോക്കണിലാണ് വരുന്നത്. ഇത് നല്ല പമ്പ് ചെയ്തിട്ടുള്ള ഒരു ടോക്കൺ ആണ് കേട്ടോ, ബിറ്റ്ഗെറ്റിന്റെ ഈ ടോക്കൺ എന്ന് പറയുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ബിറ്റ്ഗെറ്റ് ഇത് ലോഞ്ച് ചെയ്യുന്ന, അതായത് ഒരു കുറച്ചു നാൾ മുന്നേ, യെസ്, അതാണ്ട് ഈ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2024 ലാസ്റ്റ് ഒക്കെ എന്ന് പറയുന്നത് ജസ്റ്റ് $1 മാത്രം വില ഉണ്ടായിരുന്നുള്ളൂ. $1 ഒരു 2 മാസം മുന്നേ ബിറ്റ്ഗെറ്റിന്റെ ഈ ടോക്കണിന്റെ വില $1 മാത്രമാണ്. ഇന്ന് ഇതിന്റെ വില എന്ന് പറയുന്നത് $7.5 ആയിട്ടുണ്ട്. $7.5 ആയിട്ടുണ്ട്. 7.5 ഇരട്ടിയാണ് ലാഭം. ബിറ്റ്കോയിനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാക്സിമം കിട്ടിയിട്ടുണ്ടാവും? കഴിഞ്ഞ 2 മാസം മുന്നേ ബിറ്റ്കോയിന്റെ പ്രൈസ് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 80,000 അല്ലെങ്കിൽ 60,000 പോട്ടെ, 60,000 ഇൻവെസ്റ്റ് ചെയ്താൽ പോലും ഇപ്പോ ഒരു ഡബിൾ പോലും ആയിട്ടില്ല. പക്ഷെ ഇതിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 7.5 ഇരട്ടി നിങ്ങൾക്ക് പ്രോഫിറ്റ്. ഒരു $1,000 ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ $7,500 പ്രോഫിറ്റ് എടുക്കാമായിരുന്നു. ഓക്കെ, അത് ഫസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇതുപോലെ ഒരുപാട് കറൻസികൾ ഉണ്ട്. ഓക്കെ, സോ നമുക്കിത് നോക്കാം. ഇവിടെ ഞാൻ ഈ ടോക്കൺ എടുത്തപ്പോ ഞാൻ ആദ്യം നോക്കിയത് ഇതിന്റെ വാച്ച് ലിസ്റ്റ്, ഇതിന്റെ ഈ ഒരു റാങ്കിങ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഹാഷ് ഇട്ടിട്ട് ഒരു 20 എന്ന് എഴുതിയേക്കുന്ന കണ്ടോ? ഇത് ഇതിന്റെ റാങ്കിങ് ആണ്. അതായത് ടോട്ടൽ കറൻസികളിൽ എത്രാമത്തെ റാങ്ക് നമുക്ക് ഈ ഒരു കറൻസിക്ക് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പൊ റാങ്കിങ് കുറവില്ല, അതായത് ലൈക്ക് ഫസ്റ്റ് ഈ പറയുന്ന 20 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല റാങ്കിങ് ഉള്ള ഒരു കറൻസി ആണെന്ന് അർത്ഥം. അപ്പൊ നല്ല റാങ്കിങ് ഉള്ള കറൻസികളാകുമ്പോൾ ഒരുപാട് ആളുകൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ മാർക്കറ്റ് ബുൾറണിൽ അത് പമ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് അതിനെ അങ്ങനെ സെലക്ട് ചെയ്യാം, അത് നോക്കാം. അപ്പൊ റാങ്കിങ് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം റാങ്കിങ്, എത്രാമത്തെ റാങ്കിങ് പൊസിഷൻ ആണ് അതിനുള്ളത്. 20 ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് നോക്കാവുന്നത് ഇതിന്റെ ചാർട്ടാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ, ടെക്നിക്കലി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നോക്കാനുണ്ട്. ഫസ്റ്റ് നമുക്ക് നോക്കാം മാർക്കറ്റ് ക്യാപ്പ്. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് കാണാം, ഇതാണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു കറൻസിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതിന്റെ ടോട്ടൽ എത്രയാണോ, മാർക്കറ്റ് ക്യാപ്പ് പറയുന്നതിന് മുന്നേ എന്റെ സപ്ലൈ പറയാം. നമ്മൾ പിന്നെ ഒരു കാര്യം നോക്കേണ്ടത് സപ്ലൈ ആണ്. എത്രയാണ് ടോട്ടൽ സപ്ലൈ ഉള്ളത്, ആ കറൻസി ടോട്ടൽ എത്ര ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം 1.2 ബില്യൺ ആണ്. 1.2 ബില്യൺ BGB എന്ന് പറയുന്ന ടോക്കൺ ഉണ്ട്. അതായത് ഈ ഭൂമിയിൽ എത്രയാണ് അല്ലെങ്കിൽ ടോട്ടൽ എത്രയാണ് ആ കറൻസി വരുന്നത് എന്നുള്ളതാണ് അതിന്റെ സപ്ലൈ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഏകദേശം 1.2 ബില്യൺ ആണ് വരുന്നത്. ഓക്കെ, ഇനി യെസ്, ഈ അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറയുന്നത്. ടോട്ടൽ സപ്ലൈ ഉണ്ട്, സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറയുന്നത് ഈ 1.2 ബില്യണിൽ എത്രയാണ് ഇപ്പൊ നമ്മളുടെ കൈകളിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്, അഥവാ എത്രയാണ് ഇപ്പൊ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, അത് എത്രയാണ് മാർക്കറ്റിലേക്ക് എത്തിയിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോ ബൈയും സെല്ലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വോളിയം എത്രയാണ്, എത്ര ക്വാണ്ടിറ്റി ആണ് ഉള്ളത് എന്നുള്ളതാണ് സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറയുന്നത്. അത് 1.2 ബില്യൺ തന്നെയാണ് അതിന്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ. സോ 100% ആയി കഴിഞ്ഞു. ടോട്ടൽ സപ്ലൈ മുഴുവനും എന്ത് ചെയ്തു, മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇത് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സപ്ലൈ എന്ന് പറയുന്നത് ടോട്ടൽ സപ്ലൈയോട് അതിന്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ അടുത്ത് വരുന്നതിനനുസരിച്ച്, ഓക്കെ, അതായത് അത് തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ ഈ പെട്രോളിന് വില കൂടുന്നു, അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന് വില കൂടുന്നു. അതിന് കാരണം എന്താ? അത് തീർന്നുകൊണ്ടിരിക്കുക. അതൊരു ലിമിറ്റഡ് റിസോഴ്സ് ആകുമ്പോൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ അല്ലെങ്കിൽ ഗോൾഡിന് വില കൂടുന്നു. ഗോൾഡ് എന്ന് പറയുന്നത് ലിമിറ്റഡ് റിസോഴ്സ് ആണ്. ഇത്രയേ ഉള്ളൂ, ഇത്ര ക്വാണ്ടിറ്റി ഉള്ളൂ. ഇനി ഭൂമിയിൽ എത്രയൊക്കെ നോക്കി കഴിഞ്ഞാലും അതൊരു ഇത്ര ക്വാണ്ടിറ്റിയേ വരുന്നുള്ളൂ. അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്ത് അത് തീർന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അതിന്റെ ഡിമാൻഡ് കൂടി വരികയാണ്. സ്വാഭാവികമായിട്ട് ഏതൊരു സാധനത്തിന് ഡിമാൻഡ് കൂടുമ്പോഴും അതിന്റെ വില കൂടും അല്ലെ. സെയിം കൺസെപ്റ്റ് തന്നെയാണ് ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത്. ഒരു സാധനത്തിന്റെ ഒരു 10 ലക്ഷമാണ് ടോട്ടൽ സപ്ലൈ ഉള്ളതെന്ന് വിചാരിക്കാം. ഈ 10 ലക്ഷത്തോടെ അടുത്തടുത്ത് നമ്മൾ ഉപയോഗിച്ച് 8 ലക്ഷമായി.
അപ്പൊ പിന്നെ 9 ലക്ഷമായി. ഇങ്ങനെ അടുത്തടുത്ത് വരുന്നതിനനുസരിച്ച് അതിന്റെ വില കൂടി വരും. ലോജിക്കാണിത് അല്ലെ? അതുപോലെ തന്നെയാണ് ഏതൊരു കറൻസിയും അതിന്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറയുന്നത്. സർക്കുലേറ്റിംഗ് സപ്ലൈ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ആ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുള്ള സപ്ലൈ എന്ന് പറയുന്നത് ഈ ടോട്ടൽ സപ്ലൈയോട് അടുത്തടുത്ത് വരുന്നതിനനുസരിച്ച് അതിന്റെ വില കൂടി വരും. കാരണം ഡിമാൻഡ് കൂടും, വില കൂടും. നമുക്ക് ബിറ്റ്കോയിന്റെ കേസ് ഒന്ന് എടുത്ത് നോക്കാം. ബിറ്റ്കോയിൻ ടോട്ടൽ ഉള്ളത് 2 മില്യൺ ആണ് ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത്. ഈ 2 മില്യൺ ടോട്ടൽ ബിറ്റ്കോയിൻ നമ്പർ ടോട്ടൽ മീൻസ് എത്രയാണ് ടോട്ടൽ ലാസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ 2 മില്യൺ ആണ്. ഈ 2 മില്യണിലേക്ക് അടുത്തടുത്ത് വരുമ്പോൾ ഇപ്പൊ ഏകദേശം 1.9 മില്യൺ ആയിട്ടുണ്ട്, 1.9 സംതിങ് മില്യൺ ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നതിനനുസരിച്ചും ഇതിന്റെ ഡിമാൻഡ് കുറഞ്ഞു തീർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? തീർന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ചും അത് ഡിമാൻഡ് കൂടി വരും. അപ്പൊ ചോദിക്കാം 2 മില്യൺ ആയി കഴിഞ്ഞാൽ തീർന്നോ, ഇനി ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. 2 മില്യൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും സപ്ലൈ കംപ്ലീറ്റ് ആയി. ബട്ട് സർക്കുലേറ്റിംഗ് സപ്ലൈ ഈസ് ഈക്വൽ ടു ടോട്ടൽ സപ്ലൈ ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബൈയും സെല്ലും ഒക്കെ ചെയ്യാം. ആ സമയത്ത് ഡിമാൻഡ് ഭയങ്കര കൂടുതലായിരിക്കും. ഡിമാൻഡും കൂടുതലായിരിക്കും, റേറ്റും കൂടാൻ തന്നെയാണ് സാധ്യത. സെയിം കാര്യം തന്നെയാണ് ഇവിടെയും നടന്നിട്ടുള്ളത്. ടോട്ടൽ സപ്ലൈ ഈസ് ഈക്വൽ ടു സർക്കുലേറ്റിംഗ് സപ്ലൈ ആയി ഈ കറൻസിയുടെ കേസിൽ. മാർക്കറ്റിലേക്ക് മുഴുവൻ കറൻസിയും എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഈ BGB എന്ന് പറയുന്ന ടോക്കൺ. ഓക്കെ, അപ്പൊ ഇതാണ് സപ്ലൈ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ യെസ് എന്ന്, ഇല്ലെന്നുണ്ടെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. കമോൺ ചാറ്റിൽ ടൈപ്പ് ചെയ്തു. ക്ലിയർ ആയല്ലോ? ഓക്കെ, യെസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോ ഇതാണ് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്, അപ്പം എപ്പോഴും നമ്മൾ നോക്കുമ്പം ചില കറൻസികളിൽ ടോട്ടൽ സപ്ലൈ ഒക്കെ വലിയ ഫിഗേഴ്സ് ആയിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കുക വേണ്ട. അതായത് എത്രയോ ബില്യൺസ് കണക്കിന് കറൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ടോട്ടൽ സപ്ലൈ എത്രയും കൂടുതലാണ് എന്ന് നോക്കരുത്. സർക്കുലേറ്റിംഗ് സപ്ലൈയും ടോട്ടൽ സപ്ലൈയും കൂടി കമ്പയർ ചെയ്തിട്ട് നോക്കുക. ഇപ്പൊ വേറൊരു കറൻസി കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ XPR എന്ന് പറയുന്ന കറൻസി നോക്കാം. യെസ്, അതിന്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 30 ബില്യൺ ആണ്. അത് ഏകദേശം 27 ബില്യൺ ആയിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് അത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് 30 ബില്യണിനോട് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിനും നല്ല രീതിയിൽ അതിന്റെ വില കയറി വരുന്നുണ്ട്, ഡിമാൻഡ് കൂടി വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കി അറിയാൻ പറ്റും. അതിന്റെ ഇത് കണ്ടോ, അതിന്റെ പ്രൈസ് കൂടിയേക്കുന്ന കണ്ടോ? ചെറിയ വില ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഏകദേശം നല്ല പ്രൈസിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. ഇനി അതിന്റെ റാങ്കിങ് നോക്കിയാൽ 340 ആണ്. അപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത കറൻസി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് XPR എന്ന് പറയുന്ന കറൻസി. ദെൻ ഇനി കുറച്ച് അത്ര ഫേമസ് അല്ലാത്ത ഏതെങ്കിലും കറൻസികള് റാങ്കിങ് അത്ര കുറവുള്ളത് നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അങ്ങനെ വലിയ റാങ്കിങ് ഒന്നും ഇല്ലാത്ത കറൻസികൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സപ്ലൈ ഒക്കെ ഭയങ്കര തീരെ കുറവായിരിക്കും. റാങ്കിങ് എത്ര വരെയാണ് നല്ലത്? ഇപ്പോ മീൻസ് എത്രത്തോളം കുറയുന്നു അത്രത്തോളം നല്ല കറൻസികൾ. നമ്മൾ അത് ഇത്ര മുതൽ ഇങ്ങനെ വരെ അതിങ്ങനെ വാങ്ങാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഇല്ല. മീൻസ് എത്രത്തോളം റാങ്കിങ് ലൈക്ക് നമ്മൾ നിശ്ചയിക്കുന്നതാണ്. ഒരു കറൻസി ഇത് നിശ്ചയിക്കുന്നതാണ്. ഒരു കറൻസി എത്രത്തോളം പെർഫോം ചെയ്യുന്നു അതനുസരിച്ചിട്ട് അത് കയറി വന്നേക്കാം. അപ്പോ ലൈക്ക് കുഴപ്പമില്ലാത്തൊരു റാങ്കിങ്ങുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയ ഫിഗർ വരെ ടോട്ടൽ നമ്പർ ഓഫ് കറൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഉണ്ടല്ലോ. അപ്പൊ ഒരുപാട് വലിയ ഫിഗർ മീൻസ് 1000-ങ്ങളും 10,000-ങ്ങളും ഒക്കെ കടന്നിട്ട് എന്ത് ചെയ്യും റാങ്കിങ്ങുകൾ ഉണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ മാക്സിമം ഈ ഒരു 300 അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ ബെസ്റ്റ് റാങ്കിങ് ഉള്ള കറൻസികൾ തന്നെയാണ്. 1000 ബില്ലും ഒക്കെ ബെസ്റ്റ് റാങ്കിങ് തന്നെയാണ്. ഒരു ഇവരുടെ അതത്ര ഡെവലപ്ഡ് ഇതല്ല. നിങ്ങൾ ഏത് ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന കറൻസികളൊക്കെ ഇതുപോലെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഒരു ഇതുണ്ടോ 7299 ഒപ്റ്റിമസ് പ്രൈസ് എന്ന് പറയുന്ന ഒരു കറൻസിയാണ്. ഇതിന്റെ റാങ്കിങ് എന്ന് പറയുന്നത് 9954 ഓക്കെ. ഇനി ഈ കറൻസിയുടെ ബാക്കിയുള്ള ഈ കറൻസിയിൽ വലിയ ട്രേഡിംഗ് വോളിയം ഒന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ഡംപിങ് മാത്രമേ ഉള്ളൂ. ഒരു നിശ്ചിത പ്രൈസിൽ പോയി പിന്നെ ഡംപ് ആയത് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അതിന്റെ സപ്ലൈ നമുക്കൊന്ന് നോക്കാം. അതിന്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് അത് വലിയ ഫിഗർ ആണ് കേട്ടോ.
പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വരുന്നത് എനിക്ക് അത് അറിയത്തില്ല. ഓക്കെ, അതൊരു വലിയ ഫിഗർ ആണ്. 2P OPT ആണ്. അതിൽ 600 ട്രില്യൺ OPT ആണ് അതിന്റെ റിപ്പോർട്ടഡ് സപ്ലൈ എന്ന് പറയുന്നത്. അത് ഭയങ്കര കുറവാണ്. ഇനി ആ റിപ്പോർട്ടഡ് അത് ആക്ച്വലി സെൽഫ് റിപ്പോർട്ടഡ് സപ്ലൈ ആണ്. അതായത് അത് ഒരിക്കലും വെരിഫൈഡ് അല്ല. അവിടെ നമ്മൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഒരു കറൻസിയിൽ ഞാൻ സ്വന്തമായിട്ട് കറൻസി ഉണ്ടാക്കി, അതിനെ ഈ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ കൊണ്ടുപോയി ലിസ്റ്റ് ചെയ്തിട്ട് ഞാൻ കൊടുക്കുന്ന സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറയുന്ന ഇതുപോലെ ഒരു ഫിഗർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് ഈ ഒരു ക്യാപ്ഷൻ, ഈ ഒരു ഡേഞ്ചറിന്റെ അല്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ കാണിക്കും. ഈ സിമ്പിൾ കാണുന്നുണ്ടോ, എക്സ്ക്ലമേഷൻ മാർക്കുള്ള? ലൈക്ക് അത് സെൽഫ് റിപ്പോർട്ടഡ് ആണ്, അത് വെരിഫൈഡ് അല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ CMC ടീം ഹാസ് നോട്ട് വെരിഫൈഡ് ദിസ് ദി പ്രൊജക്ട് സർക്കുലേറ്റിംഗ് സപ്ലൈ. ഇത് വെരിഫൈഡ് അല്ല ഈ കാണിക്കുന്ന 600T എന്ന് പറയുന്നത്. കാരണം അവർ ആ 600T കൊടുത്തിട്ടുണ്ട്, അതുപോലും കറക്റ്റ് ആകണം എന്നില്ല. അതിന്റെ വോളിയം എന്നൊക്കെ പറയുന്നത് 0%. 24 hours വോളിയം ആകെ $247 മാത്രമേ ഉള്ളൂ. അത്രയും വോളിയം മാത്രമേ അതിനകത്ത് നടക്കുന്നുള്ളൂ. സോ അതൊരു ഫേക്ക് അല്ലെങ്കിൽ അതൊരു യൂസ്ലെസ് കറൻസി ആണെന്നുള്ളതാണ് അർത്ഥം. മനസ്സിലായോ? എക്സാമ്പിൾ കാണിച്ചു തന്നതാണ്. ഈ സിമ്പിൾ ഇവിടെ രണ്ടിടത്തും ഈ ഒരു സിമ്പിൾ ഉണ്ട്. ദാറ്റ് മീൻസ് അത് സെൽഫ് റിപ്പോർട്ടഡ് ആണ്. ആ കോയിന്റെ ഡെവലപ്പേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, വെരിഫൈഡ് ഡേറ്റ അല്ല. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. പല കറൻസികളിലും മാർക്കും അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നോക്കുക. നമ്മളെ BGBയിൽ നോക്കാം. BGBയിൽ അത് വെരിഫൈഡ് ഡേറ്റയ്ക്ക് ടിക്ക് ഉണ്ട്. ഇവിടെ കണ്ടോ, സർക്കുലേറ്റിംഗ് സപ്ലൈക്ക് ടിക്ക് ഉണ്ടോ? ദാറ്റ് മീൻസ് അത് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് വെരിഫൈഡ് ആണ്. അവരുടെ ഓൾറെഡി സെൽഫ് റിപ്പോർട്ട് അത് വെരിഫൈഡ് ആണെന്നുള്ളതാണ് ഈ ഒരു ബ്ലൂ കളർ ടിക്ക്. ഓക്കെ, അപ്പോ ഇത് ഇങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് ആണ്. അപ്പൊ സപ്ലൈ നമ്മൾ നോക്കി അല്ലെ, അതിന്റെ റാങ്കിങ് നോക്കി, സപ്ലൈ നോക്കി. നെക്സ്റ്റ് നമുക്ക് നോക്കാം മാർക്കറ്റ് ക്യാപ്പ് നോക്കാം. മാർക്കറ്റ് ക്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ നിലവിലുള്ള വാല്യൂ അഥവാ അതിന്റെ പ്രൈസ് ഇൻറ്റു അതിന്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ. അതാണ് അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അതിന്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ ഇൻറ്റു അതിന്റെ വാല്യൂ, അതായത് അതിന്റെ പ്രൈസ്, അതായത് ടോട്ടൽ വാല്യൂ എപ്പോഴും നമ്മൾ കണക്കാക്കുന്നത് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് ഇൻറ്റു അതിന്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ. ഇത് വെച്ച് എങ്ങനെ അനലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കൂടുതലുള്ളത്, അതായത് 1 ബില്യൺ എബോ ആണ് മാർക്കറ്റ് ക്യാപ്പ് എന്നുണ്ടെങ്കിൽ അതൊരു ലാർജ് ക്യാപ്പ്. മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. മാർക്കറ്റ് ക്യാപ്പിനെ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം: ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്. ഓക്കെ, ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്. ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും റിസ്ക് ഇല്ലാതെ സേഫ് ആയിട്ടൊരു കറൻസിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലാർജ് ക്യാപ്പിലുള്ള കറൻസിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം അത് അത്രയും സേഫ് കറൻസിയാണ്. അത് എന്താ പറയാ, അത്രയും നല്ല പ്രൊജക്റ്റ് ഉള്ള അല്ലെങ്കിൽ അത്രയും നല്ല കറൻസി ആയിരിക്കും ലാർജ് ക്യാപ്പിൽ വരുന്നത്. റിസ്ക് കുറവാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ. ലോസ് വരാനുള്ള ലോസ് മീൻസ് ആ കറൻസി ഇല്ലാതായി പോവുകയോ ഫേക്ക് ചെയ്യാൻ അങ്ങനെയൊന്നുമുള്ള സംഭവങ്ങൾ മീൻസ് അങ്ങനെയൊന്നും സംഭവിക്കാനുള്ള ചാൻസ് കുറവാണ്, തീരെ കുറവാണ്. സോ സേഫ് ആയിരിക്കും നമ്മൾ ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. ഇനി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇതെന്ന് പറയുന്നത് ഒരു 10 മില്യണിനും 1 ബില്യണിനും ഇടയിലാണ് അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മിഡ് ക്യാപ്പ് കറൻസികളാണ്. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് മിഡ് ക്യാപ്പിൽ വരുന്ന കറൻസികൾ. ഈ മിഡ് ക്യാപ്പിൽ നമുക്ക് മീൻസ് കുറച്ച് കുറവാണ് അത്, എങ്കിൽ പോലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. ലൈക്ക് ഇപ്പോൾ ലാർജ് ക്യാപ്പിന് അത്ര നമുക്ക് റിസ്ക് ഇല്ല, സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും കുഴപ്പമില്ല. കാരണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പമ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഇപ്പം ലാർജ് ക്യാപ്പിലുള്ള കറൻസികളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ പമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് അപ്പ് ആയിട്ടുണ്ടാകാം. അതിന്റെ ഒരു മേ ബി ഒരു സാച്ചുറേഷൻ ലെവലൊക്കെ എത്തിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ബിറ്റ്കോയിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ലാർജ് ക്യാപ്പിലുള്ള കറൻസിയാണ്. ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഇത്രയും മാർക്കറ്റ് അപ്പായി അല്ലെ, ചെറിയൊരു വിലയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഇത്രയും വലിയ വിലയിൽ നിൽക്കണം. $1 പോലും അല്ലെങ്കിൽ 0.08 സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഈ $1 ലക്ഷം കഴിഞ്ഞ് നിൽക്കുകയാണ് ബിറ്റ്കോയിന്റെ പ്രൈസ്. അപ്പൊ അത്രയും അപ്പായിട്ടുണ്ട് അല്ലെ, അതാണ് ലാർജ് ക്യാപ്പിൽ വരുന്നത്. അതുപോലെ തന്നെ ഇത് ലാർജ് ക്യാപ്പ് കറൻസിയാണ്, 1 ബില്യൺ എബോ ആണ്. അത് വെറും ചെറിയ പ്രൈസുകൾ, എനിക്ക് തോന്നുന്നു എത്രയാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുന്ന പ്രൈസ് എന്ന് പറയുന്നത് ബിലോ സംതിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത കറൻസി ഇന്നിപ്പോ നിൽക്കുന്നത് $7.something, $7.5. സോ അത്യാവശ്യം നല്ല അപ്പായി കഴിഞ്ഞു അല്ലെ, നല്ല റിട്ടേൺസ് ഓൾറെഡി അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നല്ല
അപ്പ് വന്നു കഴിഞ്ഞു. അതാണ് ലാർജ് ക്യാപ്പിൽ വരുന്നത്. എന്നാൽ ഇനി ഇത് അപ്പാകില്ല എന്നല്ല, ഈ ഒരു മാർക്കറ്റ് പമ്പിൽ ഇതും അപ്പാകാം. പക്ഷെ വലിയൊരു പെർസെന്റേജ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമുക്ക് അത് ഒരു ഇത് പറയാൻ പറ്റില്ല. മീൻസ് അത്ര വലിയ പമ്പിങ് അല്ലെങ്കിൽ വലിയൊരു റിട്ടേൺസ് നമുക്ക് എടുക്കാൻ പറ്റണം എന്നില്ല. ഇപ്പൊ ബിറ്റ് കോയിനിൽ ഇനി മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്ന റിട്ടേൺസ് എന്താ, ഡബിൾ വരെ പോകാം അല്ലെ. മാക്സിമം പോയി കഴിഞ്ഞാൽ ഈ ഒരു പമ്പിങ്ങിൽ ഡബിൾ, ഈ ഒരു ബുൾ റണ്ണിൽ ഡബിൾ വരെ അയക്കാം അല്ലെ. അല്ലാണ്ട് നമുക്ക് 10x എടുക്കാൻ പറ്റും അല്ലെങ്കിൽ 100x എടുക്കാൻ പറ്റും എന്നൊന്നും നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. പക്ഷെ മിഡ് ക്യാപ്പിൽ വരുന്ന കറൻസികളിൽ നല്ല നല്ല കറൻസികൾ ഉണ്ട്. അതിനെ നോക്കി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു പക്ഷേ 10x ഒക്കെ നമുക്ക് പോയേക്കാം. കാരണം അത് കയറി വന്നുകൊണ്ടിരിക്കുന്ന കറൻസികളായിരിക്കാം. അപ്പോൾ അത് കുറച്ച് റിസ്ക് ഉണ്ട്. പക്ഷേ നല്ല നല്ല കറൻസികൾ മിഡ് ക്യാപ്പിൽ വരുന്നുണ്ട്. ഞാൻ എപ്പോഴും ഓപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് നല്ല റിട്ടേൺസ് എടുക്കാനായിട്ട് കുറച്ചുകൂടി ബെറ്റർ മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഇനി ഏറ്റവും താഴെയുള്ളതാണ് സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത്. അതായത് ബിലോ 1 മില്യൺ ഒക്കെ വരുന്ന അല്ലെങ്കിൽ ബിലോ 10 മില്യൺ ഒക്കെ വരുന്നതാണ് സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത്. അത് തീരെ മാർക്കറ്റ് ക്യാപ്പ് കുറവുള്ള കറൻസികളായിരിക്കും. സപ്ലൈ കുറവായിരിക്കും, തീരെ കുറവുള്ളതായിരിക്കും. അതിൽ ഒരുപാട് ഫേക്ക് കറൻസികൾ വരാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ഫേക്ക് കറൻസികൾ വരുന്നത് സ്മോൾ ക്യാപ്പിലായിരിക്കും. എന്നാൽ ഈ സ്മോൾ ക്യാപ്പിൽ പുതിയ പുതിയ കറൻസികൾ സ്മോൾ ക്യാപ്പിലായിരിക്കും വരിക. അത് നല്ല രീതിയിൽ പമ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എപ്പോഴും ജസ്റ്റ് ഒന്നിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ പറയില്ല. ക്രിപ്റ്റോയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു $1000 ആണെന്നുണ്ടെങ്കിൽ $1000 ഒരു 5 കറൻസികളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മിനിമം ഒരു 5 കറൻസിയിലെങ്കിലുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 2 കറൻസി ലാർജ് ക്യാപ്പിൽ നിന്നല്ല, ഒരു കറൻസി ലാർജ് ക്യാപ്പിൽ ഉള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കി ഒരു 3 സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിനാണ് ഞാൻ കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കുക. മിഡ് ക്യാപ്പിൽ നല്ല നല്ല കറൻസികളിൽ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുക. ദെൻ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്മോൾ ക്യാപ്പിൽ നല്ല കറൻസി നോക്കി നമുക്ക് അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നല്ല കറൻസി സ്മോൾ ക്യാപ്പിൽ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. സോ ബെറ്റർ ഗോ വിത്ത് ലാർജ് ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ്. ഓക്കെ, അപ്പം മാർക്കറ്റ് ക്യാപ്പും നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് എത്രത്തോളം റിസ്ക് അനുസരിച്ചിരിക്കും. ക്ലിയർ ആയോ? മാർക്കറ്റ് ക്യാപ്പ് പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, യെസ്. താങ്ക് യു. ഓക്കെ, ദെൻ ഇനി നമുക്ക് അനലൈസ് ചെയ്യാനായിട്ടുള്ളത്, ഇനി നെക്സ്റ്റ് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മളുടെ അതുപോലെ തന്നെ 24 hours അതിന്റെ വോളിയം എത്രയാണെന്നുള്ളത്. ഇതാണോ $1 മില്യൺ വോളിയം ആണ് 24 hours ഈ ഒരു കറൻസിയിൽ നടക്കുന്നത്. സോ അത്രയും ആളുകൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അത്രയും ട്രേഡിങ് നടക്കുന്നുണ്ട്. സോ അതൊരു ബെറ്റർ കറൻസി ആണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇനി പിന്നെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇതിന്റെ വെബ്സൈറ്റ്, ഇതിന്റെ പ്രൊജക്റ്റ് ആണ്. അതായത് ഏതൊരു ക്രിപ്റ്റോ ഉണ്ടെങ്കിൽ ഏതൊരു കറൻസി ഉണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടാകും. നല്ല ഏതൊരു കറൻസിക്ക് പിന്നിലും പ്രൊജക്റ്റുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ അത് വന്നതിനൊരു ഉദ്ദേശം ഉണ്ടാകും. ഇനി പ്രത്യേകിച്ച് ഉദ്ദേശമില്ലാത്ത കറൻസികളും ഉണ്ട്, അതിലേക്ക് വരാം. അതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കറൻസീസ് ഉണ്ട്. ഓക്കെ, അതായത് പ്രൊജക്റ്റ് ഉള്ള കറൻസികളും ഉണ്ട്, ഇല്ലാത്ത കറൻസികളും ഉണ്ട്. അതിനെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മെമെ കോയിൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. മീം കോയിൻസ് എന്ന് പറയുന്നത് ഇന്നിപ്പോ കുറെ കറൻസികൾ 2 ദിവസം മുന്നേ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ട്രംപിന്റെ കറൻസി, ട്രംപ് എന്ന് പറയുന്ന കോയിൻ കേട്ടിരുന്നോ? ട്രംപ് കോയിൻ ഭയങ്കര രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രചാരത്തിൽ വന്നിരുന്നു. ആ കോയിനിൽ നല്ല രീതിയിൽ പമ്പ് ചെയ്തു അല്ലെ. $77 വരെ ചെറിയൊരു ഇതിൽ ബിനാൻസിൽ ലിസ്റ്റ് ചെയ്തു. $77 വരെ ട്രംപ് കോയിൻ പോയി. ആക്ച്വലി അതൊരു മീം കോയിൻ ആണ്. അതായത് പ്രത്യേകിച്ച് ഒരു പ്രൊജക്റ്റോ വേറൊരു അതിന്റെ പിന്നിൽ വേറെ ഒന്നുമില്ലാത്ത, ജസ്റ്റ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരുണ്ടായത് കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്വീറ്റ് ചെയ്തത് കൊണ്ട് കയറിപ്പോയിട്ടുള്ള ഒരു കറൻസിയാണ് ആ ഒരു കറൻസി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കുറെ കറൻസികളുണ്ട്. ഷിബായിനു, ഫ്ലോക്കി, പെപ്പെ, ഇങ്ങനെ കുറെ കറൻസികളുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് പ്രൊജക്ട്സ് ഒന്നുമില്ല. ഇതൊക്കെ മീം കോയിൻസ് തന്നെയാണ്. മീം കോയിൻസിന്റെ പ്രത്യേകത, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അനലൈസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രൊജക്ട് പോയി നോക്കിയിട്ട് കാര്യമില്ല. അതിന്റെ പിന്നിൽ എത്ര കമ്മ്യൂണിറ്റി ഉണ്ട്, എത്ര ആളുകൾ അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ അതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, ട്വിറ്ററിൽ ആരൊക്കെ അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്, വലിയ തുകയൊന്നും, വലിയൊരു ഫണ്ട് കൊണ്ടുപോയിട്ട് ഒരിക്കലും പോയിട്ട് മീം കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം മീം കോയിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പമ്പ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് പമ്പ് ചെയ്യും. അതായത് ഒരു മണിക്കൂർ കൊണ്ട് കോടീശ്വരന്മാരാക്കിയിട്ടില്ല. അതായത് കഴിഞ്ഞ ദിവസം ട്രംപ് കോയിനെ 1 മണിക്കൂർ കൊണ്ട് എത്രയോ ആളുകളെ കോടീശ്വരന്മാരാക്കിയില്ലേ. ജസ്റ്റ് ഒരു ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ പോലും $20 സംതിങ് ആയിരുന്നു ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ.
70ലേക്ക് പോയി. $50 ഒരു കോയിനിൽ നിന്ന് പ്രോഫിറ്റ്. അതില് ലക്ഷങ്ങളും മീൻസ് $10,000 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് വലിയ റിട്ടേൺസ് എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അതുപോലെ തന്നെ അതെന്ത് ചെയ്യും, ഡംപും ചെയ്യും. അതിന്റെ പ്രൈസ് അതേപോലെ തന്നെ ഇറങ്ങി വന്നു. ഇപ്പൊ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു $30 താഴെയോ, $30 ആ റേഞ്ചിലാണ്. ഓക്കെ, അപ്പോ അത്രേ ഉള്ളൂ. അത് പമ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഡംപ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, മീം കോയിന് ആ ഒരു മാർക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ ന്യൂസ് വരുന്നതിന്റെ പുറത്തോ, അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലൊക്കെ ഇപ്പൊ ട്വീറ്റ് ചെയ്തതിന്റെ പുറത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ന്യൂസ് വരുമ്പോൾ കയറി പോവുക, അതേപോലെ തന്നെ ഇടിയും. അപ്പൊ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, കയറി പോയി കഴിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുമുണ്ട്, അതും ശ്രദ്ധിക്കണം. ഈ മീം കോയിൻസ് ചില ആളുകൾ പറഞ്ഞിപ്പം അതായത് കയറി പോകുന്നു എന്ന് പറഞ്ഞിട്ട്, കാരണം കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് കോയിനിൽ ഒരുപാട് ആളുകൾക്ക് ലാഭം ഉണ്ടാക്കി എന്ന് കേട്ടിട്ട് അതിന്റെ ഏറ്റവും ടോപ്പ് പ്രൈസ് ആയിട്ടുള്ള $77 $70 പോയി ബൈ ചെയ്ത ആളുകളുണ്ട്. കാരണം അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ന്യൂസുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇത്രയും ആളുകൾ ഇത്രയും പ്രോഫിറ്റ് എടുത്തു, ഇത്രയും ആളുകളെ കോടീശ്വരന്മാരാക്കി എന്ന് പറഞ്ഞ് ഇങ്ങനെ കേൾക്കുമ്പോൾ സ്വാഭാവികം നമ്മൾക്കും അത് കേട്ടിട്ട് നമ്മൾ പോയി വാങ്ങും. പക്ഷെ അവിടെ നിന്നായിരിക്കും മാർക്കറ്റ് ഇറങ്ങുക, പിന്നെ ആ ഒരു പ്രൈസിലേക്ക് അത് ജന്മത്തെത്തണം എന്നില്ല. അപ്പൊ ഇതാണ് ആ കറൻസികളുടെ പ്രത്യേകത. അപ്പൊ അങ്ങനെയൊന്നും പോയിട്ട് നമ്മൾ കേട്ടുകൊണ്ട് പോയി ഓടിപ്പോയി വാങ്ങാൻ നിൽക്കരുത്. ഇനി വാങ്ങുകയാണെങ്കിലും വലിയൊരു എമൗണ്ട് നമ്മൾ അതിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. ചെറിയൊരു $100 അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ ചെറുതെന്ന് നമ്മുടെ ഫിഗറിലുള്ളത് ആ ഒരു ചെറിയ ഡോളർ മാത്രം അങ്ങനെയുള്ള കറൻസികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതൊരു KKP ലെക്കാണ്. മറ്റേ ഗാംബ്ലിംഗ് പോലെയാണ് ശരിക്കും ഈ മീം കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. ലക്കിന് കിട്ടിയ വലിയൊരു ഇത് റിട്ടേൺസ് കിട്ടിയേക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ പോയാൽ അത് പോയി എന്ന് തന്നെ കൂട്ടുക, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കറൻസിയാണ് മീം കോയിൻസ്. അപ്പൊ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നല്ലതാണ്, റിട്ടേൺസ് ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ ആ ഒരു എമൗണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കറൻസികൾ. കാരണം പ്രത്യേക പ്രൊജക്റ്റ് ഒന്നുമില്ല. ലോങ് ടേമിലേക്ക് നിങ്ങൾ അതിനെ നോക്കി മീൻസ് ഹോൾഡ് ചെയ്യാനും പാടില്ല. ഓക്കെ, അതായത് ലോങ് ടൈമിലേക്ക് ഒരു എത്ര കൊല്ലം കഴിയുമ്പോൾ എത്ര വിലയാവും എന്നൊന്നും നോക്കിയിട്ട് അതിന് ഇരിക്കരുത്. അത് ഷോർട്ട് ടൈം ആയിരിക്കണം. നിങ്ങൾ ഇട്ടു ഒരു 10x അല്ലെങ്കിൽ 10x അല്ലെങ്കിൽ 20x ഒക്കെ റിട്ടേൺസ് കിട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ എക്സിറ്റ് ആയിക്കൊള്ളുക, അപ്പൊ തന്നെ അത് വിറ്റ് ഒഴിവാക്കിക്കൊള്ളുക. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ദെൻ രണ്ടാമത് നമ്മൾ നോക്കേണ്ടത്, ബാക്കി നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എപ്പോഴും പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടുള്ള കറൻസികളിലാണ്. പ്രൊജക്ട് ബേസ്ഡ് ഒരുപാടുണ്ട്. AI ബേസ്ഡ് ആയിട്ടുള്ള കറൻസികൾ ഉണ്ട്, ഗെയിമിംഗ് കോയിൻസ് ഉണ്ട്, അതുപോലെ തന്നെ മീൻസ് എന്താ പറയാ വെർച്വൽ ലാൻഡ് അല്ലെങ്കിൽ മെറ്റാവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറൻസികൾ ഉണ്ട്. അതുപോലെ അങ്ങനെ കുറെ പ്രൊജക്റ്റുകളുള്ള കറൻസികൾ ഉണ്ട്. ഈ പ്രൊജക്റ്റുകൾക്ക് നല്ല ഡിമാൻഡ് വരുമ്പോൾ അല്ലെങ്കിൽ പ്രൊജക്റ്റുകൾ നല്ല ഡെവലപ്പ് ആകുമ്പോൾ ഈ കറൻസികളുടെ വില തീർച്ചയായിട്ടും ഡെവലപ്പ് ആകും. അപ്പൊ അത്രയും നല്ല പ്രൊജക്റ്റുകൾ അത് നോക്കുക. പ്രൊജക്റ്റുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇതൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ വെബ്സൈറ്റും അതിന്റെ വൈറ്റ് പേപ്പറും ആണ്. വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് ഒരു കറൻസിയുടെ എല്ലാ ഡേറ്റാസും ഉള്ള സാധനമാണ് വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത്. അതിന്റെ എന്താണത് ആ കറൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ കറൻസിക്ക് പിന്നിലുള്ള പ്രൊജക്ട്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ഡേറ്റാസും, അതിന്റെ ഇനി വരാൻ പോകുന്ന പ്രൊജക്റ്റുകൾ, ഇങ്ങനെയുള്ള ഡേറ്റാസുകൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത്. ഈ ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നിങ്ങൾക്ക് അതിന്റെ വെബ്സൈറ്റും കിട്ടും, വൈറ്റ് പേപ്പറും കിട്ടും. രണ്ടും ജസ്റ്റ് ഒന്ന് ഇരുന്നൊന്ന് വായിച്ചു നോക്കുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കറൻസിയാണ്, സോ ഒന്ന് പഠിക്കുക അതിനെക്കുറിച്ച്. വൈറ്റ് പേപ്പർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യെസ് അതിന്റെ എന്താണ് അതിന്റെ പ്രൊജക്ട്. ഏതൊരു കറൻസിയും ഒരു കറൻസി വന്നതിന് ശേഷം നമുക്കത് പഠിക്കുമ്പോൾ മനസ്സിലാകും ഈ കോയിനെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള പ്രൊജക്റ്റ് ആണോ അതോ പ്രൊജക്ട് പമ്പ് ചെയ്യാൻ വേണ്ടി വന്ന കോയിൻ ആണോ എന്നുള്ളത്. പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള കോയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, അത് ഗുഡ്, അത് നല്ലതാണ്. പക്ഷെ പല ഫേക്ക് കറൻസികളും ആ ഒരു പ്രൊജക്ട് തൽക്കാലം പേരിന് മാത്രം ഒരു പ്രൊജക്ട് ആണ്, ആ കോയിനെ പമ്പ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിന് ചുമ്മാ ഒരു പ്രൊജക്ട് വെച്ചേക്കുക എന്നുള്ള രീതിയിലാണ്. അതിലൊന്നും പോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. യെസ്, ഇതാണ് നമ്മുടെ BGP ടോക്കണിന്റെ വൈറ്റ് പേപ്പർ. ഇതിൽ അതിന്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, എന്താണ് BGP എന്നുള്ളത്. യെസ്, ദെൻ അതിന്റെ കീ ഫിഗേഴ്സ് ഉണ്ട്. അതായത് വേൾഡ്സ് ലാർജസ്റ്റ് ക്രിപ്റ്റോ കോപ്പി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്പർ 1 ആണ് ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പരിചയം ഉണ്ടായേക്കാം. നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള, അതായത് മാക്ലേണുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ച് ആണ് ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്നത്. ബിറ്റ്ഗെറ്റിൽ നമുക്ക് ലൈക്ക് ബൈനാൻസ് പോലെ തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്പർ 1 പ്ലാറ്റ്ഫോം ആണ് ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്നത്. ദെൻ അത് ഏകദേശം 800+ കോയിൻ ആണ് ആ ഒരു ആപ്ലിക്കേഷൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. 45 മില്യൺ യൂസേഴ്സ് ഉണ്ട്. എലൈറ്റ് ട്രേഡേഴ്സ് 1,90,000 എലൈറ്റ് ട്രേഡേഴ്സ് ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിന്റെ പോസിറ്റീവ്സ് ആണ് പറയുന്നത്. അവരുടെ മൈൽ സ്റ്റോൺസ്, ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്നത് എന്ന് വന്നു, എന്താണ് ഇപ്പൊ നിൽക്കുന്ന എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അത് ടോപ്പ് എക്സ്ചേഞ്ച് ആണ് കേട്ടോ. ഒരു ടോപ്പ് 5 എക്സ്ചേഞ്ചിൽ ഒരു എക്സ്ചേഞ്ച് ആയിട്ട് വരുന്നതാണ് ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഹാപ്പി ആവാം, കാരണം മാക്ലേണിന്റെ ഒരു
പ്രൊഡക്റ്റ് ആണ്, അല്ലെ മാക്ലേണിന്റെ ഒരു മാക്ലേൺ ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് പെറ്റ്കട്ട് എന്ന് പറയുന്നത്. ദെൻ അതിന്റെ ടോക്കൺ ആണ് ഈ ഒരു BGB എന്ന് പറയുന്നത്. യെസ്, ദെൻ അതിന്റെ ടീം, അതിന്റെ എക്കോസിസ്റ്റം, ഇത് ഈ ഒരു BGB ടോക്കൺ, വാട്ട് ഈസ് BGB ഹോൾഡ് BGB എന്ന് പറയുന്നത് ഫുള്ളി അതിന്റെ ആ ഒരു എക്സ്ചേഞ്ചിനെ ബാക്കപ്പ് ചെയ്യുന്ന കറൻസിയാണ്. ഓക്കെ, ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ചിനെ ബാക്കപ്പ് ചെയ്യുന്ന കറൻസിയാണ്, ടോക്കൺ ആണ് BGB എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള കുറെ ഡേറ്റാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് വായിച്ചു നോക്കിയാൽ മതി. അതിന്റെ ടോക്കണോമിക്സ്, ഡിസ്ട്രിബ്യൂഷൻ, അതായത് എത്ര പെർസെന്റേജ് എന്തെന്താ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്, ഇതും നോക്കണം. ഈ ടോക്കണോമിക്സ് നോക്കുന്ന പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മിക്ക കറൻസികളിലും ഹോൾഡേഴ്സ് അതിന്റെ ഡെവലപ്പേഴ്സ് തന്നെ ആയിരിക്കും. അതായത് ഫേക്ക് കറൻസികൾ, ഇപ്പോൾ ഒരു ഫേക്ക് കറൻസി വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ 50% അല്ലെങ്കിൽ അത്രയൊക്കെ ഹോൾഡ് ചെയ്യുന്നതും അതിന്റെ ഓണേഴ്സ് അല്ലെ ഡെവലപ്പേഴ്സിന്റെ കയ്യിലാണ്. ബാക്കിയുള്ള 50% നമ്മളിലേക്ക് വരും. അങ്ങനെയുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് വന്നിട്ട് അതിന് നമ്മളെല്ലാവരും വാങ്ങിയെന്ന് വിചാരിക്കുക, അതിന്റെ പ്രൈസ് പമ്പ് ചെയ്തെന്ന് വിചാരിക്കാം. ഒരു പക്ഷെ നമ്മൾ വാങ്ങിയത് $1 നിന്നായിരിക്കും, അതൊരു 2, 3 അല്ലെങ്കിൽ 5, 10 ആയി എന്ന് വിചാരിക്കുക. ഈ 50%, ബാക്കിയുള്ള 50% അതിന്റെ ഡെവലപ്പേഴ്സിന്റെ കയ്യിലാണല്ലോ. അവരുദ്ദേശിച്ച ടാർഗറ്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് കൊണ്ടുപോയി ഡംപ് ചെയ്യും. അതായത് അത്രയും 50% കൊണ്ടുപോയി സെല്ല് ചെയ്യാനിടും. അത് സെല്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ വില അതേപോലെ ഇടിയും. അതായത് ഈ മാർക്കറ്റിൽ വില കൂടുകയും കുറയുകയും ചെയ്യുന്ന പറയുന്നത് ഇതിന്റെ ഡിമാൻഡിനനുസരിച്ചിട്ടാണ്. ഡിമാൻഡ് മീൻസ് അത് ബൈയിങ്ങും സെല്ലിങ്ങും അനുസരിച്ചിട്ടാണ്. ബൈയിങ് ഇങ്ങനെ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വില കൂടി വരും, സെല്ലിങ് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വില കുറഞ്ഞു വരും. അപ്പൊ അത്രയും പെർസെന്റേജ് ഒക്കെ ഡെവലപ്പേഴ്സിന്റെ കയ്യിൽ ഇരിക്കാന്ന് ഉദ്ദേശിക്കുന്നവർ ഇത്രയേ ഉള്ളൂ, അത് ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ ലൈക്ക് അതിന്റെ കറൻസിയുടെ വില ഇടിയും, അതില്ല മീൻസ് നല്ല ലോസുകൾ നമുക്ക് സംഭവിക്കാം. അപ്പൊ അത് ടോക്കണോമിക്സ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാം. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിന്റെ വൈറ്റ് പേപ്പർ ഒന്ന് പഠിക്കാനുണ്ട്. അപ്പൊ അത് പഠിക്കുക ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ. ദെൻ പ്രൊജക്ട് നമ്മൾ നോക്കുക. ഓക്കെ, കറൻസി കൊണ്ട് വരാൻ പോകുന്ന പ്രൊജക്ട് എന്താണ്, അത് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഒരു പമ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ ആ പ്രൊജക്ട് മാർക്കറ്റിൽ റൺ ആയിട്ട് എന്താണ് അതിന്റെ സ്റ്റേജ്, ആ സ്റ്റേജ് ഒക്കെ അറിയാനായിട്ട് നമുക്ക് അതിന്റെ റോഡ് മാപ്പ് നോക്കാം. റോഡ് മാപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, അതിന്റെ ഒരു ടൈം ലൈൻ ആണ്. അതായത് ഇതുവരെ ആ ഒരു കമ്പനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളതിന്റെ ടൈം ലൈൻ ആണ്. നമുക്ക് നോക്കാം, ടൈം ലൈൻ ആണ് അതിന്റെ റോഡ് മാപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ വെബ്സൈറ്റ് ബിറ്റ്ഗെറ്റിന്റെ വെബ്സൈറ്റ് ആണ്. വേറൊരു കറൻസി നമുക്ക് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ഒരു കറൻസിയുടെ വെബ്സൈറ്റ് നോക്കാം, ലൈറ്റ് കോയിൻ. ആണോ, ലൈറ്റ് കോയിന്റെ സമ്മിറ്റ് ഉണ്ട് മെയ് 29-നും 30-നും ലാസ് വേഗസിൽ ലൈറ്റ് കോയിൻ സമ്മിറ്റ്. യെസ്, ഇതാണ് അതിന്റെ വെബ്സൈറ്റ്. ഇതിൽ എന്താണ് ലൈറ്റ് കോയിന്റെ കമ്മ്യൂണിറ്റീസ്, റിസോഴ്സസ്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, ബ്ലോക്ക് ചെയിൻ, അവരുടെ ഡേറ്റാസുകൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഈ GPG സിഗ്നേച്ചേഴ്സ്, ഇത് ബേസ്ഡ് ആയിട്ടുള്ള എന്തോ ഇതാണ് LTCന്റെ ഇത് വരുന്നത്, ലൈറ്റ് കോയിന്റെ പ്രൊജക്ട് വരുന്നത്. ഇതില്ല, വെയിറ്റ്. ഇതാണ് വൈറ്റ് പേപ്പർ ഇവിടെ ഉണ്ട്. നോക്ക്, ജസ്റ്റ് വെബ്സൈറ്റ് ഒന്നും പഠിക്കണം. വെബ്സൈറ്റ് നോക്കുമ്പോൾ വെബ്സൈറ്റ് ഒക്കെ ഓക്കെ ആണോ, കറക്റ്റ് ആണോ. ചില വെബ്സൈറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഹോം പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എബൌട്ട് പേജിൽ പോകും, ചിലപ്പോൾ കോൺടാക്ട് പേജിൽ പോകും. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചില വെബ്സൈറ്റുകളൊക്കെ ഉള്ളത്. സോ വെബ്സൈറ്റ് ഒക്കെ ഒന്ന് നോക്കുക ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ. യെസ്, ഇതൊരു AI ബേസ്ഡ് ആയിട്ടുള്ള കറൻസിയാണ്. എനേബിൾസ് ക്രിയേഷൻ എവല്യൂഷൻ ഓട്ടോണമസ് വേൾഡ്സ്, AI ഏജൻസിനെയും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഇവരുടെ വരുന്നത്. ഈ STP എന്ന് പറയുന്ന കറൻസി. STP ഓൾറെഡി ഒരു ട്രെൻഡിങ് കറൻസിയാണ്. ദെൻ
അവരുടെ നെക്സ്റ്റ് ഇയർ ബോട്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് NFT അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ നോക്കുക, ഇതൊക്കെ അത്യാവശ്യം അവരുടെ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് വന്നിട്ടുള്ളത് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. ഞാൻ അതിന്റെ ഒരു STP നല്ലൊരു ഇതുള്ള കറൻസിയാണ് കേട്ടോ. STPനെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പഠിച്ചോളൂ. ദെൻ ഓക്കെ, അപ്പോൾ അത് നോക്കിയിരുന്നാൽ മതി. അതിനകത്ത് റോഡ് മാപ്പ് എന്ന് പറയുന്നതാണ്. റോഡ് മാപ്പ് നമ്മുടെ അടുത്ത കറൻസിയുള്ള റോഡ് മാപ്പ്, അതിന്റെ ചില റോഡ് മാപ്പ് വൈറ്റ് പേപ്പറിലായിരിക്കാം, ചിലത് വെബ്സൈറ്റിൽ തന്നെ നമുക്ക് കിട്ടും. അത്രേ ഉള്ളൂ. ഇത്രയും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ അവർ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതായത് സമയത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ നമുക്ക് നോക്കേണ്ടത് പ്രൊജക്ട്, അതിന്റെ റോഡ് മാപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിലൊക്കെ ഓക്കെ ആണോ, നല്ല നല്ല പ്രൊജക്ട്സ് ആണോ എന്ന് നോക്കുക ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ. പിന്നെ പിന്നെ നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യം അതിന്റെ എത്രത്തോളം ബാക്കപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ആ കറൻസിക്ക് എത്രത്തോളം ഫോളോവേഴ്സ് ഉണ്ട്, ലൈക്ക് എത്ര പേര്, എത്ര കമ്മ്യൂണിറ്റി ഉണ്ട്, എത്ര ആളുകൾ അതിനെ വാച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ അതിന്റെ ടെലഗ്രാം ചാനൽ, അതിന്റെ ട്വിറ്റർ, മെയിൻ ആയിട്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും പ്രൊഫൈൽസ് ഒന്നും അല്ല നോക്കേണ്ടത്. മെയിൻ ആയിട്ട് നോക്കേണ്ടത് അതിന്റെ ട്വിറ്റർ പേജും, അതുപോലെ തന്നെ റെഡിറ്റ് എന്ന് പറയുന്നതാണ് ഈ ഒരു ക്രിപ്റ്റോ ഓഡിറ്റിംഗ് സൈറ്റ് ആണ് റെഡിറ്റ് എന്ന് പറയുന്നത്. ഒരു ലൈക്ക് ക്രിപ്റ്റോയിലുള്ള കൂടുതൽ ക്രിപ്റ്റോ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്ന സൈറ്റാണ്. കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത്, ക്രിപ്റ്റോ ഇതിൽ ഉള്ള കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് റെഡിറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. അതിനകത്തുള്ള പേജുകൾ അല്ലെങ്കിൽ അതിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻസ്, എത്രത്തോളം കമ്മ്യൂണിറ്റി ഉണ്ട് അതിന്റെ പിന്നിൽ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ട്വിറ്ററിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് എത്രത്തോളം ആളുകൾ എന്തൊക്കെ ട്വീറ്റുകൾ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം പോസ്റ്റ് മീൻസ് അതിനെന്തെല്ലാം കാര്യങ്ങളാണ് ആ ഒരു കറൻസിനെ പറ്റിയിട്ട് വന്നിട്ടുള്ള ന്യൂസുകൾ എന്തൊക്കെയാണ്, എത്രത്തോളം ആളുകൾ അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. 4.3 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ആർക്കും കയറ്റാവുന്നതേ ഉള്ളൂ, അതൊരു മാറ്റർ അല്ല. ബട്ട് എന്തൊക്കെ ന്യൂസുകളാണ് അതിനെക്കുറിച്ച് വന്നിട്ടുള്ളത്, പോസിറ്റീവ് ന്യൂസുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. അതിന്റെ ട്വിറ്ററിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യുക. എത്രത്തോളം ആളുകൾ അതിന്റെ പിന്നിലുണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് നോക്കുക. കാരണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ പോസിറ്റീവ് ന്യൂസ് വരുമ്പോഴും അത്രയും ആളുകൾ അത് ഇൻവെസ്റ്റ് ചെയ്യും, നല്ല പമ്പ് ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നോക്കുക. പിന്നെ ഏതിലൊക്കെയാണ് അത്, ഏതൊക്കെ എക്സ്ചേഞ്ചിലാണ് ആ ടോക്കൺ ഉള്ളതെന്ന് നോക്കുക. താഴേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മാർക്കറ്റ് പ്ലേസ് നമുക്ക് കാണാനായിട്ട് കഴിയും. എക്സ്ചേഞ്ചുകൾ, ഇത്രയും എക്സ്ചേഞ്ചുകളിൽ ഈ ഒരു ടോക്കൺ അവൈലബിൾ ആണ്. ഈ എക്സ്ചേഞ്ചുകളിലൊക്കെ ലൈക്ക് മെയിൻ ആയിട്ട് ഇതൊക്കെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളാണ്. അതായത് യൂണിസ്വാപ്പ് ഒക്കെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ. യെസ്, ഇതൊക്കെയാണ് BGB ടോക്കൺ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ. അത് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ടുള്ള ഏതൊക്കെ ഇതിൽ നമ്മൾ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മേജർ ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളിലൊക്കെ ലിസ്റ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കറൻസിയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ STP നോക്കാം നമുക്ക്. STPയില് യെസ് STP ബൈനാൻസിലുണ്ട്. അതിന്റെ സെൻട്രലൈസ്ഡ് ഫൈനാൻസിലുണ്ട്, അപ്ബിറ്റിലുണ്ട്, ബിറ്റ്ഗെറ്റിലുണ്ട്, മെക്സിയിലുണ്ട്, Gate.ioയിലുണ്ട്, ബിങ്കെക്സിലുണ്ട്. അപ്പം ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചുകളിലൊക്കെ എന്തുണ്ട് അത്. അപ്പൊ ടോപ്പിലുള്ള അത്യാവശ്യം ടോപ്പായിട്ടുള്ള എക്സ്ചേഞ്ചുകൾ ബിറ്റ്മാർട്ടിലും ബിറ്റബിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കറൻസി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് നോക്കാം. ഇപ്പൊ ബൈനാൻസിലൊക്കെ ലിസ്റ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ടോപ്പ് കറൻസികൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബൈനാൻസിലൊക്കെ ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പൊ അതൊരു ഫേക്ക് മീൻസ് നല്ലൊരു കറൻസി ആണെന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ദെൻ ഓക്കെ, അപ്പോ യെസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാനുള്ളത്. പിന്നെ നമുക്ക് അതിന്റെ ലൈക്ക് ഇതാണ് അതിന്റെ കോൺടാക്ട് അഡ്രസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺട്രാക്ട് അഡ്രസ്, ഓരോ ഇതിനും ഓരോ അഡ്രസ്സുകൾ ഉണ്ട്. ഇതാണ്, അത് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമുക്ക് ചില സൈറ്റുകളിൽ പോയിട്ടൊക്കെ വെരിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഈ കോയിൻ മാർക്കറ്റ് ക്യാപ്പിനേക്കാൾ കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ എക്സ്പ്ലോററിനകത്ത് ലൈക്ക് എക്സ്പ്ലോറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ BSE സ്കാൻ, ഇപ്പം അതുപോലെ എയ്തർ സ്കാൻ, ഇങ്ങനെയുള്ള എക്സ്പ്ലോററിനകത്ത് പോയിട്ടും ഈ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇതുണ്ടോ, blockshare.com. ഞാനിതിപ്പോ ഇത് കോപ്പി ചെയ്തിട്ട് BSE സ്കാനിൽ പോയിട്ട് ഇതാണ് BSE സ്കാൻ എന്ന് പറയുന്നത്. BSE സ്കാനിൽ നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻസും
അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് BSE സ്കാൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇത് ചെക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു കറൻസിയുടെ കറക്റ്റ് എത്ര ഹോൾഡേഴ്സ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഈ ഒരു കറൻസി നമ്മളിപ്പോ എടുത്തുള്ള ഈ ഒരു കറൻസി ഇത് ഏകദേശം വാലറ്റ് ആണ്, അതിന്റെ ട്രാൻസാക്ഷൻസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. വാലറ്റ് ആണ് ഒരു നമുക്ക് ബിറ്റ്കിറ്റ് ടോക്കൺ ഇത് സ്കാനിൽ പോവാം. എന്റെ എക്സ്പ്ലോറിൽ പോയി കഴിഞ്ഞാൽ എത്രത്തോളം ആളുകൾ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ഒറ്റ വാലിറ്റി തന്നെ കൂടുതൽ ഹോൾഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ഡെവലപ്പേഴ്സിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും കിടപ്പുണ്ടാവുക. അപ്പൊ എത്രത്തോളം ആളുകൾ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ആളുകളുടെ കയ്യിൽ അത് ഉണ്ട് എന്നുള്ളതൊക്കെ ഒരു കറൻസിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ഹോൾഡേഴ്സ് വരിക എന്ന് പറയുന്നത്. ഇപ്പൊ ഈ BGB എന്ന് പറയുന്ന ടോക്കണിന്റെ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് 13,700 ഹോൾഡേഴ്സ് ഉണ്ട്. അത്രയും വാലറ്റുകൾ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ ദെൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ അതിന്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ കാണിക്കുന്നത് കറക്റ്റ് എക്സാക്ട് ഫിഗർ കിട്ടണമെന്നുണ്ടെങ്കിൽ, എക്സാക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കുന്നതാണ് കറക്റ്റ് കേട്ടോ. ഈതർ സ്കാനിലും BSE സ്കാനിലും ഒക്കെയാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് നമുക്ക് കിട്ടുക. അതിന്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ 9 അത്രയും ബില്യൺ ആണ്. ദെൻ ലോഡിംഗ് ആണ് കേട്ടോ, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. സോ യെസ്, ഇവിടെ ഹോൾഡേഴ്സ് അതിന്റെ വാലറ്റുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഹോൾഡേഴ്സ് എന്നുള്ളിടത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മേജർ ഹോൾഡേഴ്സ്, അതിന് നടക്കുന്ന ട്രാൻസാക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇതിന്റെ ഈ ഒരു എക്സ്പ്ലോററിൽ പോയാൽ മതി. അങ്ങനെയും ഒരു കറൻസിനെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ അനലൈസ് ചെയ്യേണ്ട കുറച്ച് മേജർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മെയിൻ ആയിട്ട് ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു കറൻസിക്ക് ആളുകൾ ഉണ്ടോ, അതിന് ബാക്കപ്പ് ഉണ്ടോ, അത് ജെന്യുവൻ ആണോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. കാരണം വെച്ചതല്ല, ഒരുപാട് സ്കാം പ്രൊജക്റ്റുകൾ ഇപ്പോൾ ഉണ്ട്. ഒരുപാട് കറൻസികൾ ഇപ്പോൾ ലൈക്ക് എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നത് നാളത്തെ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞിട്ടാണ്. ഈ കറൻസിയാണ് നാളത്തെ ബിറ്റ് കോയിൻ, അല്ലെങ്കിൽ ഇത് ഇത്ര പമ്പ് ചെയ്യും, ബിറ്റ് കോയിനെ ബീറ്റ് ചെയ്യാൻ പോകുന്ന കറൻസിയാണ്, അടുത്ത വർഷം ഇത് ബിറ്റ് കോയിനേക്കാൾ വില കയറും എന്നൊക്കെയാണ് ആളുകൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഓരോ കറൻസികളെ കുറിച്ചിട്ട്. അപ്പോ അതിലൊന്നും ചെന്ന് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യരുത്, ബ്ലൈൻഡ് ആയിട്ട് പോയിട്ട് അതിലൊന്നും പോയി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. നല്ല നല്ല കറൻസികൾ, ഇതേപോലെ മാർക്കറ്റിലുള്ള നല്ല കറൻസികളൊന്നും അങ്ങനെ ആയിരിക്കില്ല മാർക്കറ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയല്ല വരിക. അതിനെ ഇതുപോലെ അനലൈസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. സോ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുക. അത്യാവശ്യം ടൈം ആയിരിക്കും അല്ലേ? ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, മെയിൻ ആയിട്ട് ഇപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോയിന്റും കറക്റ്റ് ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ പോയിട്ട്, അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റ് എല്ലാം പമ്പായി നിൽക്കുന്ന സമയത്ത് പോയിട്ടല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഒരു പമ്പിങ് പീരീഡിലാണെങ്കിൽ ഓക്കെ. അതിന് മാർക്കറ്റ് സൈക്കിൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. മാർക്കറ്റ് സൈക്കിൾ എന്തായാലും കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം മാർക്കറ്റ് സൈക്കിള്. അതുപോലെ തന്നെ കുറച്ച് നല്ല നല്ല കറൻസികളെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വരുന്ന ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, കുറച്ച് നല്ല നല്ല കറൻസികളെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്റെ ഫേവറേറ്റ് കറൻസികളുടെ ഫേവറേറ്റ് കോയിൻ ലിസ്റ്റുകൾ നമുക്ക് പബ്ലിഷ് ചെയ്യാവുന്നതാണ്, ഡിസ്കസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ. സോ ഇനി എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ മേജർ ആയിട്ട് നോക്കേണ്ട ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ജസ്റ്റ് ഒരു 5 minutes നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഹലോ, യെസ് മാം, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ സർ. നമ്മളുടെ ഇപ്പൊ മീൻ കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞില്ലേ, ഈ മീൻ കോയിൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുക. അപ്പൊ ഈ ലോഞ്ച് ചെയ്യുമ്പോ തന്നെ നമ്മള് അതിന്റെ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള കോയിൻ ആണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഒരു മീൻ കോയിൻ?
ഈ ഏതൊരു കറൻസി വരുന്നതിന് മുന്നേയും അവരൊരു നല്ല കമ്മ്യൂണിറ്റികൾ കൊണ്ടുവരാറുണ്ട്. മീൻസ് ആ ഒരു കറൻസിക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി അവർ കൊണ്ടുവന്നിട്ടുണ്ടാകും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ട്രംപ് കോയിൻ ആണെങ്കിൽ പോലും ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിന് നല്ലൊരു മീൻസ് പോസ്റ്റ് ന്യൂസുകളിലൂടെയും ട്വീറ്റുകളിലൂടെയും അതുപോലെ തന്നെ അതിന്റെ കമ്മ്യൂണിറ്റി ഒക്കെ ഇത് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അതായത് അതിന്റെ സോഷ്യൽ മീഡിയ മെയിം കോയിൻസിന് മെയിൻ ആയിട്ട് അതിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് നോക്കേണ്ടത്. അതിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ചെക്ക് ചെയ്യുക. അതിന്റെ തന്നെ വെരിഫൈഡ് നോക്കണമെങ്കിൽ അതിന്റെ വെബ്സൈറ്റ് കയറി നോക്കുക. നേരെ ആ കോയിന്റെ ഇതിന്റെ വെബ്സൈറ്റിൽ പോവുക. വെബ്സൈറ്റിനകത്ത് നിന്ന് നേരെ അതിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ചെക്ക് ചെയ്യുക. അത്യാവശ്യം ഫോളോവേഴ്സ് അല്ലെ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ എൻഗേജ് ചെയ്യുന്നുണ്ട്, ആ കറൻസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളത്, അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ മീം കോയിനിൽ ശ്രദ്ധിക്കേണ്ടത്, ലിസ്റ്റ് ചെയ്യുമ്പോ തന്നെ അത് പമ്പ് ചെയ്യണം എന്നില്ല, എല്ലാ കറൻസികളും പമ്പ് ചെയ്യണം എന്നില്ല. അത് ഡംപ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. ഹലോ ഓക്കെ, അത് ഡംപ് ചെയ്യാനുള്ള സാധ്യത മീൻസ് അതിന്റെ റേറ്റ് കുറയും. ഇപ്പം ലിസ്റ്റ് ചെയ്ത പ്രൈസിൽ നിന്ന് താഴേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, കാരണം ചില കറൻസികളൊക്കെ ഒരുപാട് എയർ ഡ്രോപ്പുകളും അതുപോലെ തന്നെ പല രീതിയിൽ കൊടുത്തു വെച്ചിട്ടുണ്ടാകും, പ്രീസെയിൽ ചെയ്തിട്ടുണ്ടാകും. അതിനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആളുകൾ കൊണ്ടുപോയി ചിലപ്പോൾ മീൻസ് അത് വിറ്റിട്ട് വില ഇടിഞ്ഞേക്കാം. അപ്പൊ അതും ശ്രദ്ധിക്കണം. മെയിൻ ആയിട്ട് എത്രത്തോളം അത് ആളുകൾ അതിനെ ബാക്കപ്പ് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചില കറൻസികൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യുന്ന കറൻസികൾ, ന്യൂസുകളാണ് കൂടുതൽ നോക്കേണ്ടത്. ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഈ ന്യൂസുകൾ കൂടുതൽ നോക്കുക. ഈ പറയുന്ന ട്വിറ്ററിലെ ട്വീറ്റ്സ്, ന്യൂസുകൾ, ഇതൊക്കെ നോക്കിയാൽ മതി. അതേപോലെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഇപ്പൊ നമ്മൾ ട്രംപിന്റെ കോയിൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഏകദേശം $40 പോയിന്ന് പറഞ്ഞില്ലേ, $70. ഇനി സോറി, അപ്പൊ ഇനി അടുത്തൊരു ഒരു ഹൈപ്പ് ട്രംപിന് വരാന്നുണ്ടെങ്കിൽ ഇനി കയറാൻ ചാൻസ് ഉണ്ട് കോയിൻ? ഓഫ്കോഴ്സ്, അതൊക്കെ ഡിപ്പെൻസ് ഓൺ അവരുടെ ട്വീറ്റും അവർ പറയുന്നതും ഒക്കെ അനുസരിക്കും. ട്രംപ് നാളെ വന്നിട്ട് ട്വീറ്റ് വേണം, എന്റെ കറൻസി വീണ്ടും ഇങ്ങനെ ചെയ്യാൻ പോലെ എന്തെങ്കിലുമൊക്കെ വരുന്നു, എന്നൊക്കെ ജസ്റ്റ് എന്റെ കറൻസി വെച്ചിട്ട് അത് നിങ്ങൾക്ക് വാങ്ങാം എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് ആളുകളല്ലേ, അവര് വീണ്ടും വീണ്ടും പോയി ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാം, വീണ്ടും പമ്പ് ചെയ്ത് പോയിക്കാം. ഒരു കാര്യം കൂടി, നമ്മളിപ്പോ ട്രംപിന്റെ വൈഫിന്റെ പേരിൽ കൂടി ഒരു കോയിൻ ആള് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. കേട്ടില്ല, എന്താണ്? ട്രംപിന്റെ വൈഫിന്റെ പേരിലും കൂടി ഒരു മീൻ കോയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ട്, മറ്റേ മെലാനിച്ച അല്ലെ? അപ്പൊ ഈ മീൻ കോയിൻ നമുക്കൊരു അസറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു ടൈം വരെ നമുക്ക് ഹോൾഡ് ചെയ്ത് സെല് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്? എന്താണ് അതിന്റെ ഒരു ഇത്? ഒരിക്കലും അസറ്റ് ആയിട്ട് കീപ്പ് ചെയ്യരുത് മെയിം കോയിൻസ്. നിങ്ങൾ ലോങ് ടേമിലേക്ക് അസറ്റ് ആയിട്ടൊന്നും കീപ്പ് ചെയ്യരുത്. കാരണം അതിന് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്, ഈ കറൻസിയെ നാളെ വന്നിട്ട് ലൈക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ട്വീറ്റ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ട്രംപ് വന്നിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ട്രംപിന്റെ വൈഫ് വന്നിട്ടോ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ട്വീറ്റ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അതുപോലെ ഡംപ് ചെയ്ത് പോകും. ചിലപ്പോൾ ആ കറൻസി ഡീലിസ്റ്റ് ചെയ്ത് തന്നെ പോയേക്കാം. അതൊക്കെ ഇത് അനുസരിച്ചിരിക്കും. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്ത് ലോങ് ടേമിലേക്ക് ഒന്നും വലിയ ഫിഗർ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യരുതെന്നാണ് എന്റെ ഒരു ഇത്. അതിനെന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ന്യൂസുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുക, പമ്പിങ് നോക്കിയിരിക്കുക. പമ്പിങ് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ എക്സിറ്റ് ആവുക. ഒക്കെ സ്പോട്ടിൽ ചെയ്യാനാണ് ഏറ്റവും നല്ലത് മെയിം കോയിൻസ്. ഓക്കെ മാം, നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള സമയമായി, 9:30 കഴിഞ്ഞു. ഇനി എന്തോ ഒന്ന് രണ്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം സാറേ. ഒരു ജസ്റ്റ് ഒരു 3 minutes നമുക്ക് കൊടുക്കാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? എനിവൺ? ഹലോ മാഡം, ഹലോ മാഡം, ജസ്റ്റ് ഒന്നും കൂടെ മാർക്കറ്റ് ക്യാപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ പറയാം സാർ. 2 minutes. വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല മാഡം, ഡൗട്ട്സ് ഒന്നുമില്ല. പറഞ്ഞ ക്ലാസ് എല്ലാം ക്ലിയർ ആണ്, എല്ലാം ക്ലിയർ ആയി, ഒന്നുമില്ല. ഇത് മാത്രം അത് ഞാൻ പറയാം, ഞാൻ ഫൈനൽ പറയാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? റിജിൽ സർ? ഇല്ല മാഡം, ഇല്ല. ഓക്കെ. ആർക്കും വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് കൂടി പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ മാഡം, താങ്ക് യു. ഞാൻ ലീവ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. സോ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മള് ഒരു കറൻസിയുടെ ഇപ്പോഴത്തെ പ്രൈസ്, ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്ന ഒരു കറൻസി, അതിന്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് $10 ആണെന്ന് വിചാരിക്കുക.
അതിന്റെ ടോട്ടൽ സർക്കുലേറ്റിംഗ് സപ്ലൈ, അതായത് ഇന്ന് മാർക്കറ്റിൽ നമ്മളുടെ കയ്യിൽ കിടന്ന് നമ്മൾ ബൈയും സെല്ലും ചെയ്തുകൊണ്ടിരിക്കുന്ന വോളിയം അല്ലെ ആ സപ്ലൈ എന്ന് പറയുന്നത് ഒരു 10 ലക്ഷമാണെന്ന് വിചാരിക്കുക. 10 ലക്ഷം കറൻസിയാണ് ഇപ്പൊ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 10 ലക്ഷം ഇൻറ്റു അതിന്റെ വിലയായിട്ടുള്ള $10, അതായത് 1 കോടി, അതാണ് അതിന്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ, ടോട്ടൽ വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. സർക്കുലേറ്റിംഗ് സപ്ലൈ ഇൻറ്റു അതിന്റെ പ്രൈസ് ആണ്. ഇത് നമ്മൾ ഇവിടെ ഇത് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ക്യാപ്പ് കൂടിയ കറൻസി എപ്പോഴും സേഫ് കറൻസികളാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ. അതായത് ഒരു 1 ബില്യൺ എബോ, 1 ബില്യണിന് മുകളിലാണ് മാർക്കറ്റ് ക്യാപ്പ് എങ്കിൽ അത് ലാർജ് ക്യാപ്പ് കറൻസികളാണ്. അതിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ റിട്ടേൺസ്, ഒരു 2x അല്ലെങ്കിൽ 3x ഒക്കെ മാക്സിമം നമുക്ക് റിട്ടേൺസ് എടുക്കാൻ പറ്റും അങ്ങനെയുള്ള കറൻസികൾ ഇൻവെസ്റ്റ് ചെയ്താൽ. അത് നിങ്ങൾക്ക് ലോങ് ടേം അസറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ബിറ്റ്കോയിനിൽ എതേറിയത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സേഫ് ആയിട്ട് കണ്ണടച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കറൻസികളാണ്. പക്ഷെ വലിയ റിട്ടേൺസ് ആയിരിക്കത്തില്ല അവിടെ നമുക്ക് കിട്ടുന്നത്. ഈ പറയുന്നത് പോലെ ഒരു മേ ബി ഇരട്ടി വരെയൊക്കെ എന്ത് ചെയ്യാം, 2x 3x ഒക്കെ, അതൊക്കെ ഡിപ്പെൻസ് ആണ്, മാർക്കറ്റ് പോകുന്ന അനുസരിച്ചൊക്കെ ഇരിക്കും. പക്ഷെ വലിയ ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് മിഡ് ക്യാപ്പ് ആണ്. ഒരു 10 മില്യണിനും 1 ബില്യണിനും ഇടയിലാണ് മാർക്കറ്റ് ക്യാപ്പ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് മിഡ് ക്യാപ്പ് കറൻസികളാണ്. അതൊരു പക്ഷേ ഈ പറയുന്ന പോലെ 10x 20x ഒക്കെ നമുക്ക് റിട്ടേൺസ് തന്നേക്കാം ആ കറൻസികൾ. കാരണം അത് ലാർജ് ക്യാപ്പിലേക്ക് എത്താനുള്ള കറൻസികളാണ് മിഡ് ക്യാപ്പിൽ കിടക്കുന്നത്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബെറ്റർ, നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ റിസ്ക്കും ഉണ്ട്. ലാർജ് ക്യാപ്പിൽ ഉള്ളതുപോലെ അത്രയും നമുക്ക് സേഫ് ആയിട്ട് പോയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. റിസ്ക് ഉണ്ട്, ചെറിയ റിസ്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ട്. പിന്നെ ഉള്ളതാണ് സ്മോൾ ക്യാപ്പ് ബിലോ 10 മില്യൺ. അപ്പൊ അത് തീരെ കുറവായിരിക്കും. അതിന്റെ സർക്കിൾ കുറെ ആളുകളുടെ കയ്യിലേക്ക് എത്തിയിട്ടുള്ളത് കുറവാണ്. അപ്പൊ ഇനിയും എത്താനുണ്ട്. മീൻസ് അതിനനുസരിച്ച് സർക്കുലേറ്റിംഗ് സപ്ലൈ കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ വില കൂടി കയറി വന്നേക്കാം. മിഡ് ക്യാപ്പിലേക്കും ലാർജ് ക്യാപ്പിലേക്കും അത് എത്തിയേക്കാം. അതിന്റെ വില നല്ല കൂടിയേക്കാം. നല്ല റിട്ടേൺസ് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അതുപോലെ തന്നെ അവിടെ പോസിബിൾ, അതായത് ഒരു 50-50 നമുക്ക് പറയാൻ പറ്റും. അതിൽ നല്ലൊരു ശതമാനവും ഫേക്ക് കറൻസികൾ വരുന്നതും ഈ സ്മോൾ ക്യാപ്പിലായിരിക്കും. അപ്പൊ നല്ലതുപോലെ ശ്രദ്ധിച്ചെടുക്കേണ്ടത് സ്മോൾ ക്യാപ്പിൽ നിന്നാണ് നമ്മൾ എടുക്കുമ്പോൾ, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. എന്നാൽ വലിയ റിട്ടേൺസ് എടുക്കാൻ പറ്റുന്നതും സ്മോൾ ക്യാപ്പിലായിരിക്കും. ഓക്കെ, കാരണം അത് കയറി വന്നുകൊണ്ടിരിക്കുന്ന കറൻസി ആയിരിക്കും. അതിന്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ കൂടി വരുമ്പോൾ അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് കൂടി വരുമല്ലോ. സോ സർക്കുലേറ്റിംഗ് സപ്ലൈ കൂടി വന്നേക്കാം. ചിലപ്പോൾ ഈ പുതിയ കറൻസികളൊക്കെ വരുന്നത് സ്മോൾ ക്യാപ്പിലാണ്. പുതിയ കറൻസികൾ കൂടുതൽ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലുമാണ് വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് അവിടെയാണ് കാണുക. ഓക്കെ, ഇതാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ? ഓക്കെ മാഡം, ക്ലിയർ ആയി. ഓക്കെ, താങ്ക് യു മാഡം, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ക്ലോസ് ചെയ്യല്ലേ മാം? ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഷെഫീഖ് സർ? നെക്സ്റ്റ് ക്ലാസ്സിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുക? നെക്സ്റ്റ് ഗ്രൂപ്പിൽ അലർട്ട് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്ലാസ് ഓക്കെ, ഗ്രൂപ്പിൽ ഇത് വരുന്നതായിരിക്കും. ഗ്രൂപ്പിലില്ല എനിക്ക് വേറെ ലിങ്ക് കിട്ടിയതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടിയിട്ടുള്ളത് ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഒരു കാര്യം ചോദിച്ചോട്ടെ? യെസ്, ചോദിച്ചോളൂ. ഇപ്പൊ നമ്മളുടെ ഈ എക്സ്ചേഞ്ചിൽ ചിലത് ഇങ്ങനെ വാനിഷ് ആയി പോകുന്ന കുറെ പ്രശ്നങ്ങൾ ഇപ്പൊ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്കൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് എന്ന് പറയാൻ പറ്റിയത് ഇപ്പൊ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് നമുക്ക് ഏതായിരിക്കും നല്ലത്? എക്സ്ചേഞ്ചുകൾ വാനിഷ് ആയി പോകുന്ന കാര്യമാണോ അതോ കോയിനുകൾ എക്സ്ചേഞ്ചിൽ നിന്ന് വാനിഷ് ആവുന്നുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളുടെ സുഹൃത്തിന്റെ ആള് XRP ഒക്കെ പർച്ചേസ് ചെയ്തിട്ടൊക്കെ പോയി എന്നൊക്കെയുള്ള ഒരു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ഒരു എക്സ്ചേഞ്ചിനെ പ്രൂവ് ആണെന്ന് നമ്മൾ വിശ്വസിച്ചാൽ പോപ്പുലർ ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അതിനൊരു 2 സൊല്യൂഷൻസ് ആണ്. ഒന്ന്, ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലോങ് ടേമിലേക്ക് ആണെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ചുകളിൽ വെക്കാതിരിക്കുക, നിങ്ങളുടെ വാലറ്റുകളിൽ കീപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റോ അല്ലെങ്കിൽ മെറ്റാമാസ്ക് വാലറ്റോ അങ്ങനെ വാലറ്റുകൾ എടുത്തിട്ട്, ഇപ്പൊ ബൈനാൻസിന് ഇപ്പോൾ ഓൺ വാലറ്റ് ഉണ്ട്, ബൈനാൻസ് വാലറ്റ് ഉണ്ട്, ബിറ്റ്ഗെറ്റ് വാലറ്റ് ഉണ്ട്. അപ്പൊ വാലറ്റുകളിൽ സേഫ് ആയിട്ട് കീപ്പ് ചെയ്യുക. കാരണം വാലറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സേഫ് ആണ്. അതിന്റെ കീ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് അത് സേഫ് ആയിരിക്കും. ആ 12 വേർഡ്സ് നിങ്ങളുടെ കയ്യിലുള്ളിടത്തോളം കാലം അത് നിങ്ങളുടെ കയ്യിൽ ആ അസറ്റ് സേഫ് ആയിരിക്കും. എക്സ്ചേഞ്ച് ഇല്ലാതായി പോയി കഴിഞ്ഞാലും ഫണ്ട് അവിടെ ഉണ്ടാവും. ബെറ്റർ എക്സ്ചേഞ്ചിൽ വാലറ്റിൽ സൂക്ഷിക്കുക. എക്സ്ചേഞ്ചുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ, ഇപ്പൊ നമ്മൾ ബൈനാൻസ്, ബിറ്റ്ഗെറ്റ് പോലെയുള്ള
പോപ്പുലർ എക്സ്ചേഞ്ചുകളിൽ മാത്രം ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുക. നമ്മൾ എക്സ്ചേഞ്ചിൽ നോക്കിയെടുക്കുമ്പോൾ അത് വരുത്താൻ മതിയല്ലോ. എക്സ്ചേഞ്ചുകൾ ഇപ്പം സാധാ എടുത്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ലല്ലോ. മീൻസ് ലോക്കൽ എക്സ്ചേഞ്ചിൽ പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ബെറ്റർ എക്സ്ചേഞ്ചുകൾ മാത്രം ഫോളോ ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു. ഇനിവേ എന്തായാലും എല്ലാവരും മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരുന്ന എല്ലാവർക്കും വൺസ് അഗെയിൻ ഇന്നത്തെ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എനിവേ എന്തായാലും ഇന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് അടുത്ത മീറ്റിംഗിൽ കാണുന്നവരെ താങ്ക് യു, വിഷ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഹൗസിയ മാം നമുക്ക് തന്നത് ഏറ്റവും വലിയൊരു ഉപകാരമാണ്. കാരണം ചില മാക്ലേണ്, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി മാക്ലേൺ നമുക്ക് ഒരു പുതിയ ലോകമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ സമ്പാദിച്ച പൈസ നഷ്ടപ്പെടാതെ ഒരു തേർഡ് പാർട്ടി നമ്മളെ ഇനി ഇടപെടേണ്ട കാര്യമില്ല. മാക്ലേൺ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടി വന്നിട്ട് എൻ്റെ പൈസ അല്ല നമ്മുടെ പൈസ ഡെവലപ്പ് ചെയ്ത് തരാം എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം മാക്ലേൺ ഉണ്ടെങ്കിൽ നമ്മുടെ പൈസ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മുടെ വാലറ്റിൽ നമുക്ക് നമ്മുടെ കൺട്രോളിൽ വെച്ചുകൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് മാക്ലേൺ. അപ്പൊ മാക്ലേൺ നമുക്ക് ഇനി വരുന്ന ഓരോ ട്രെയിനിങ് സെഷനും വളരെ സീരിയസ് ആയിട്ട് ജിജ്ഞാസയോടെ കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിൽ കൂടെ നമുക്ക് വലിയൊരു ലോകമാണ് നമുക്ക് ഓപ്പൺ ആവാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സമ്പാദ്യം വർദ്ധിക്കാനും അതുകൂടെ വരുമാനം ഉണ്ടാക്കാനും പുതിയൊരു ഇൻഡസ്ട്രി പഠിക്കാനുമുള്ള ഒരു അവസരമാണ് മാക്ലേൺ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ മാക്ലേണിൽ നിങ്ങൾ എല്ലാവരും അംഗങ്ങളാണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഇനി പുതിയ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളെ ഈ പ്രോഗ്രാമിൽ ക്ഷണിച്ചിട്ടുള്ള വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ അംഗമാവുക. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ സെഷനും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിലുപരി ഇനി വരാൻ പോകുന്ന സെഷൻ ഓറിയന്റേഷൻ പ്രോഗ്രാം, PR ഗണേഷ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ട്രെയിനറിന്റെ ഒരു സെഷനാണ് നമുക്ക് ഇനി വരാൻ പോകുന്നത്. അടുത്ത തിങ്കളോ ചൊവ്വയായിട്ടോ ആ സെഷൻ ഉണ്ടാവും. ഓറിയന്റേഷൻ പ്രോഗ്രാം കൂടി കഴിയുമ്പോഴേക്കും നമ്മളെല്ലാവരും വളരെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിലേക്ക് കാതോർക്കുക. അടുത്ത ഒരു മെസ്സേജ് വരുമ്പോൾ ആ സെഷനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ചില കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് അത് തുറന്നു ചോദിക്കാവുന്നതാണ്. എന്തായാലും ഇത്രയും സമയമായി. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന്